ധാരാളം ഭാഗങ്ങൾ ധാരാളം ആചാര്യന്മാർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അത് അഷ്ടമസ്കന്ധത്തിലേക്ക് എത്തി. നമ്മൾ അഷ്ടമസ്കന്ധത്തിലേക്ക് എത്തി. അഷ്ടമസ്കന്ധത്തിൻ്റെ ലക്ഷണം മന്വന്തരം എന്നുള്ളതാണ്. മന്വന്തരത്തിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത്? മന്വന്തരസ്യ സദ്ധർമ്മ. മനുക്കള് 14 മനുക്കളുണ്ട്. ഈ 14 മനുക്കളും വളരെ നല്ല ആളുകളായിരുന്നു. ശുദ്ധ അന്ധക്കരണത്തോടു കൂടിയവരായിരുന്നു, നല്ല മനസ്സോടു കൂടിയവരായിരുന്നു. അവര് സമാജത്തിന് അനുകൂലമാകുന്ന യോഗ്യങ്ങളാകുന്ന ധർമ്മങ്ങൾ അനുഷ്ഠിച്ചു. ഈ മനുക്കളൊക്കെ ധാർമ്മികമായ മാർഗത്തിലൂടെ പോയവരാണ്. എല്ലാ മനുക്കളുടെ കാലം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 7ാമത്തെ മന്വന്തരാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അവരനുഷ്ഠിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ കൊണ്ട് അനുഷ്ഠിപ്പിക്കുകയും കൂടിയും ചെയ്തു. ഒരു മന്വന്തരം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 71 ചതുര്യുഗമാണ് ഒരു മന്വന്തരം. അങ്ങനെ 7ാമത്തെ മന്വന്തരാണ്. 6 മന്വന്തരം കഴിഞ്ഞു. 7ാമത്തെ മന്വന്തരമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെന്താ പറയുക? വൈവസ്വത മന്വന്തരം എന്നാണ് പറയുക. വൈവസ്വത മനുവാണ് ഈ മന്വന്തരത്തിൻ്റെ അധിപൻ. അതിലെ 28ാമത്തെ ചതുര്യുഗത്തിലെ 4ാമത്തെ യുഗം തുടങ്ങിയിട്ട്, കലിയുഗം തുടങ്ങിയിട്ട് ഇന്നേക്ക് 5000 ചില്ലാൻ വർഷമായി. അതാണ് നമ്മുടെ കണക്ക്. ഇതിന് മുൻപേയും കുറേ മനുക്കൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ മനു സ്വായംഭുവ മനു, പിന്നീട് സ്വാരോജിഷ മനു, ഉത്തമ മനു, താമസ മനു, ഇങ്ങനെ അനവധി മനുക്കൾ, 6 മനുക്കൾ ഇതിന് മുൻപുണ്ടായി കഴിഞ്ഞു. അപ്പം എന്താ ഈ മനുവിൻ്റെ വീക്ഷണം? മനുവിൽ നിന്ന് ആരംഭിച്ചു എന്നാണ് പറയുക. അതുകൊണ്ടാണ് മാനവൻ എന്നൊക്കെയുള്ള പേര് നമുക്കുണ്ടായത്. മാനവൻ. ഇനി ഇംഗ്ലീഷിലേക്ക് മാൻ എന്നുള്ള വാക്ക് പോയില്ലേ, അതും ഈ മാനവൻ എന്നുള്ള സംസ്കൃത പദത്തിൽ നിന്ന് തന്നെയാണ് ഇംഗ്ലീഷിലേക്കും എത്തിയത്. മനുവിൽ നിന്നുണ്ടായത് എന്നാണ് അർത്ഥം. നമ്മുടെ ചരിത്രത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ സൈന്ധവ നാഗരികതയിലൊക്കെ തന്നെ സ്വയംഭൂമനുവിൻ്റെ ഒക്കെ ആ ഐതിഹ്യത്തിൻ്റെ സൂചനകൾ കാണാൻ കഴിയും. ധാരാളം തെളിവുകളുണ്ട്. മനുവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ, സപ്തർഷിമാരായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ, സപ്തമാതൃക്കളായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിനൊക്കെ ഒരു പ്രബലമായ ബോധം നമുക്ക് സിന്ധു നാഗരികതയെ തന്നെ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അത്ര പ്രാചീന കാലം മുതൽക്ക് തന്നെ മനുവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം നമുക്കുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്. വളരെ പ്രാചീന കാലം മുതൽക്കേ ഉണ്ട്. ഏതായാലും അതിൽ ആദ്യത്തെ മനു സ്വയംഭുവ മനുവാണ്. അദ്ദേഹം സുനന്ദ എന്ന പേരായ പർവ്വതത്തിൻ്റെ അടുത്ത് പോയിട്ട്, സുനന്ദ എന്ന് പറഞ്ഞാൽ നന്ദാദേവി, ഹിമാലയത്തിലുള്ളൊരു പർവ്വതമാണ്, അതിനടുത്തുള്ളൊരു പർവ്വതമാണ് സുനന്ദ. അവിടെ പോയിട്ട് നന്ദ സുനന്ദ 2 പർവ്വതങ്ങളാണ്. അതിൽ സുനന്ദയിൽ പോയിട്ട് അദ്ദേഹം അനവധി കാലം തപസ് ചെയ്തു, ഭഗവാനെ സ്തുതിച്ചു, ഭഗവാനെ സാക്ഷാത്കരിച്ചു. സാക്ഷാത്കരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് ആ സ്തുതികളിലൂടെയൊക്കെ പറഞ്ഞത്. എന്താ അദ്ദേഹം പറയുന്നത്? പ്രസിദ്ധമായ മന്ത്രമാണ്, വേദങ്ങളിലുള്ള മന്ത്രം തന്നെയാണ്, ഈശാവാസ്യോപനിഷത്തിലൊക്കെ കാണുന്ന മന്ത്രമാണ്. ആത്മാവാസ്യമിദം വിശ്വം യൽകിഞ്ചിൽ ജഗത്യാം ജഗൽ തേന ത്യക്തേന ഭുഞ്ജീധ മാ കസ്യ സിദ്ധനം. ആത്മാവാസ്യമിദം, ഈശാവാസ്യം എന്ന് പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഈശാവാസ്യം ആത്മാവാസ്യം രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ്. ഈശ്വരനെ കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ മൂടേണ്ടതാകുന്നു. എല്ലാം ഈശ്വരൻ തന്നെയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. സത്യത്തെ അനുഭവിക്കുന്നവർക്ക് അന്യരായിട്ട് യാതൊന്നുമില്ല. എല്ലാവരും ആരാണ്? തൻ്റെ സ്വരൂപം തന്നെയാണ് എല്ലാവരിലും ഉള്ളത് എന്ന് മനസ്സിലാവും. അന്യരില്ല, എല്ലാം ആരാ? ഭഗവാൻ തന്നെ. എന്നിലെ ബോധം തന്നെയാണ് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്, നിങ്ങളിലും. ഇനി ഒരു പുഴുവിൻ്റെ ഉള്ളിൽ പോലും ആരുണ്ട്? എന്നിലെ ആ ബോധസ്വരൂപനായ ഭഗവാനുണ്ട്. ഇത് ആര് ധരിക്കുന്നു? സത്യത്തെ മനസ്സിലാക്കിയവർ ധരിക്കുന്നു. ആത്മാവാസ്യം നമ്മളോട് പറയാണ്, ആത്മാവിനെ കൊണ്ട് മൂടേണ്ടതാകുന്നു. വാസ്യം എന്ന് പറഞ്ഞാൽ മൂടപ്പെടേണ്ടതാകുന്നു എന്നാണ് അർത്ഥം. യൽ കിഞ്ചിൽ ജഗത്യാം ജഗൽ, ജഗത്യാം ജഗത്തിൽ ചലിക്കുന്നതായി എന്തൊക്കെയുണ്ടോ അതൊക്കെ എന്താണ്? ഭഗവാൻ തന്നെയാണ്. ആ ഒരു ബോധ്യത്തോടു കൂടി ജീവിക്കൂ, ത്യാഗത്തോടു കൂടി ജീവിക്കൂ. മാ കസ്യ സിദ്ധനം, മറ്റുള്ളവരുടെ ധനത്തോടൊന്നും ആർത്തി ഉണ്ടാവരുതേ. ഒരിക്കലും വേറെ ആരുടെ ധനത്തെയും കാക്ഷിക്കരുതേ. ഇങ്ങനെയൊക്കെയാണ് വേദത്തിലുള്ള മന്ത്രമാണിത്. ഈശാവാസ്യോപനിഷത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് സംഹിതോപനിഷത്താണ്, വേദസംഹിതയിൽ തന്നെയുള്ള ഉപനിഷത്താണ്. അതാണ് ഈശാവാസ്യോപനിഷത്തിൻ്റെ പ്രത്യേകത.
യജുർവേദം 2 തരത്തിലുണ്ട്, ശുക്ലയജുർവേദവും കൃഷ്ണയജുർവേദവും. അതിൽ ശുക്ലയജുർവേദത്തിലെ 40ാമത്തെ അധ്യായമാണ് ഈശാവാസ്യോപനിഷത്ത്. ശുക്ലയജുർവേദത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും, അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും വെറും കർമ്മകാണ്ഡമല്ലാതെ വേദമന്ത്രം തന്നെ എന്തായി മാറുന്നുണ്ട്? ജ്ഞാനകാണ്ഡപ്രധാനമായി മാറുന്നുണ്ട്. വളരെ വലിയ ആശയങ്ങളൊക്കെ, ശിവസങ്കല്പ സൂക്തം, അതും അതെ ശുക്ലയജുർവേദത്തിലുള്ളതാണ്. ശിവസങ്കല്പ സൂക്തം പ്രസിദ്ധമായ മന്ത്രമാണ്. തന്മേ മനഃ ശിവസങ്കല്പമസ്തു, എൻ്റെ മനസ്സ് നല്ല സങ്കല്പത്തോടു കൂടിയതാവട്ടെ എന്നാണ്. നല്ല സങ്കല്പം, നല്ല ചിന്ത ഒക്കെ സംഹിതയിൽ തന്നെ ഉണ്ട്. ഇതിൽ നിന്നാണ് ഈ ബൗദ്ധ ദർശനങ്ങളിലേക്കൊക്കെ നല്ല സങ്കല്പം ഉണ്ടാവട്ടെ എന്നൊക്കെ ബുദ്ധനും പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ വേദ മന്ത്രത്തിന്റെ ഒരു ആശയം തന്നെയാണ്. പുതിയതായുള്ള കാര്യങ്ങളൊന്നും അല്ലതൊന്നും, ഒക്കെ വേദങ്ങളിലുള്ളത് തന്നെയാണ്. വേദമാണ് ആദ്യം ഉണ്ടായത്. വേദോപനിഷത്ത് ഉണ്ടായതിനു ശേഷമാണ് ബൗദ്ധ ജൈന ദർശനങ്ങളൊക്കെ ഉണ്ടായത്. നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ഇങ്ങനെ കേമായിട്ട് സ്തുതിച്ചു. അതിനുശേഷം പിന്നീട് സ്വാരോജിഷമനു, ഉത്തമമനു, താമസമനു. താമസമന്വന്തരത്തില് ഭഗവാൻ ഹരി എന്ന പേരിൽ അവതരിച്ചിട്ട് ഗജേന്ദ്രോ മോചിതോ ഗ്രഹാത്, ഒരു ആനയ്ക്കായി മോക്ഷം കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ ആനയ്ക്കായിട്ട് മോക്ഷം കൊടുക്കുകയെ ഭഗവാനോ? പരീക്ഷത്തിന് അത്ഭുതമായി. ആനയ്ക്കൊക്കെ ഭഗവാന് മോക്ഷം കൊടുക്കുവോ? അങ്ങനെയൊന്നുമില്ല. ഭഗവാൻ ആർക്കും മോക്ഷം കൊടുക്കും. ഭക്തിയാ തുതോഷ ഭഗവാൻ ഗജയൂഥപായ. ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ ആനയ്ക്ക് പോലും മോക്ഷം കൊടുക്കും. അതാണ് ഗജേന്ദ്ര മോക്ഷം കാണിച്ചു തരുന്നത്. ഈ രമണ മഹർഷിയൊക്കെ ഈ വേദാന്ത തത്വങ്ങളൊക്കെ കൊരങ്ങന്മാർക്കൊക്കെ ഉപദേശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില പഠന പുസ്തകങ്ങളിലൊക്കെ കാണാൻ കഴിയും. കൊരങ്ങന്മാർക്കൊക്കെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. അപ്പം ചില ശിഷ്യന്മാർ ചോദിച്ചു, സ്വാമി എന്തിനാ ഈ തത്വമസി, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ ഈ കൊരങ്ങന്മാർക്കൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നത്? അവർക്ക് മനസ്സിലാവുമോ ചോദിച്ചു. ഉടനെ തന്നെ ശിഷ്യന്മാരോട് ചോദിച്ചു, അല്ല നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? തത്വമസി, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആർക്കപ്പോൾ അതൊക്കെ മനസ്സിലാവുന്നത്? ഗുരുനാഥന്മാർ പറയുന്നുണ്ട് എന്നല്ലാതെ എത്ര ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ വിഷയങ്ങളൊക്കെ? അപ്പം അങ്ങനെയൊന്നുമില്ല. അവനവന് നന്നാവാൻ കഴിയും. ഇതൊക്കെ അങ്ങനെ ഉപദേശിക്കുന്നതിനനുസരിച്ച് അവനവന് ഈ തത്വങ്ങളിലേക്കൊക്കെ എത്താൻ സാധിക്കും. അതുകൊണ്ടാണ് മഹാത്മാക്കൾ എല്ലാവർക്കും തത്വങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നത്. അതുപോലെ ഭക്തി ഉണ്ടെങ്കിൽ, അനന്യമായ ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ ഖഗാ മൃഗാ പാപജീവാഹ അങ്ങനെ പറയുന്നുണ്ടല്ലോ. ഖഗങ്ങൾ, പക്ഷികളും, അത് സമ്പാദി തുടങ്ങിയ പക്ഷികൾക്കും പാപജീവികൾക്കും എല്ലാവർക്കും മോക്ഷത്തിലേക്ക് എത്താൻ സാധിച്ചു. അതാണ് ഭക്തിയാണ് ഏറ്റവും പ്രധാനം. ഭഗവത്ഗീതയിലും കാണാം, മാംഹി പാർത്ഥവ്യപാശ്രിത്യ യേപി സ്യു പാപയോനയ സ്ത്രീയോ വൈശ്യാസ്തഥാ ശൂദ്രാഹ തേപി യാന്തി പരാം ഗതിം. മാംഹി പാർത്ഥ, അയ്യോ പാർത്ഥ, എന്നെ അനന്യഭക്തിയോടുകൂടി ആശ്രയിക്കുകയാണെങ്കിൽ അവർ പാപയോനികളിൽപ്പെട്ടവരായാലും സ്ത്രീകളായാലും ഇനി വൈശ്യരായാലും ശൂദ്രരായാലും അന്ത്യജരായാലും ആരായാലും കുഴപ്പമൊന്നുമില്ല. നന്ദനാരൊക്കെ അല്ലേ, ആരായാന്താ? എത്ര ഭക്തന്മാരുണ്ട്. എത്രയോ ജാതികളിൽ, പലതരത്തിൽ, ബ്രാഹ്മണർ മാത്രമൊന്നുമല്ല, പല ജാതികളിൽ ജനിച്ച ആഴ്വാർമാരൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെയുള്ളവർക്കൊക്കെ എവിടേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്? മുക്തിയിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ഭക്തിയോഗം ഉണ്ടാവണം, അത്രയേ വേണ്ടൂ. ഭഗവാൻ ഏതൊരാൾക്കും മുക്തി കൊടുക്കും. അതാണ് വസ്തുത. അങ്ങനെ ഗജേന്ദ്രന് മോക്ഷം കൊടുത്തു എന്ന് കേട്ട സമയത്ത് എന്നാ അതൊന്ന് വിസ്തരിച്ച് പറഞ്ഞു തരൂ. ഗജേന്ദ്രൻ എങ്ങനെയാ ആ മോക്ഷം കൊടുത്തത്? ഗജേന്ദ്ര മോക്ഷം കഥ ഒന്ന് പറഞ്ഞു തരൂ എന്നാവശ്യപ്പെട്ടു. അപ്പോഴാണ് ഗജേന്ദ്ര മോക്ഷം കഥ വിസ്തരിക്കുന്നത്. ത്രികൂടം എന്ന് പേരായ ഒരു പർവ്വതം, വളരെ പ്രസിദ്ധമായ പർവ്വതമാണ്. ആ പർവ്വതത്തിൽ ഋതുമത് എന്ന് പേരായ ഒരു ഉദ്യാനം. ആ ഉദ്യാനത്തിലേക്ക് യാദൃശ്ചികമായി ഒരു ആന അങ്ങനെ എത്തിച്ചേർന്നു. വലിയൊരു കാടാണ് അവിടെ. ആ ഉദ്യാനത്തിൻ്റെ ഇടയിലായിട്ട് ധാരാളം കാടുകളുണ്ട്, ധാരാളം മരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു ആന യാദൃശ്ചികമായി എത്തിച്ചേർന്നു. ഈ ആന ഇങ്ങോട്ട് വന്നതോടുകൂടി ആന ആരായി മാറി? ഗജേന്ദ്രനായി മാറി. ആനകളിൽ നേതാവായി, ലീഡറായി മാറി. കാരണം ഈ ആന പണ്ടാരായിരുന്നു? ഭഗവാന്റെ ഒരു ഭക്തനായിരുന്നു. മേൽപ്പത്തൂര് പറയുന്നുണ്ട്, ത്വൽഭക്താനാം കുത്ര നോൽക്കർഷലാഭ. ഭഗവാനെ, അങ്ങയുടെ ഭക്തന്മാർക്ക് എവിടെ എത്തിക്കഴിഞ്ഞാലും അതിലേറ്റവും കേമന്മാരാവും, ലീഡറായിരിക്കും. അതാണ് ഭഗവത് ഭക്തന്മാരുടെ മഹത്വം. ഏത് സ്ഥലത്തെത്തിയാലും അവിടെ ശ്രേഷ്ഠന്മാരായിരിക്കും. അപ്പം എങ്ങനെ ആനയായപ്പം ആനകളൊക്കെ കൂടി ഈ ഗജേന്ദ്രനെ ആരാക്കി മാറ്റി? രാജാവാക്കി മാറ്റി.
ഗജേന്ദ്രൻ കി ജയ് എന്നൊക്കെ വിളിച്ചും കൊണ്ട് കുറേ ആളുകൾ കൂടെ അങ്ങോട്ട് കൂടി. കുറേ കുട്ടിയാനകളുണ്ട്, കുറേ പിടിയാനകളുണ്ട്. സിംഹമൊക്കെ പറഞ്ഞു, ഞാനും നല്ല നീ രാജാവ്, നീയാണ് രാജാവ്, നിനക്ക് ഞാൻ എന്ത് തരാം, അധികാരമൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് അധികാരമൊക്കെ സിംഹം ആനയ്ക്കായിട്ട് ഈ ഗജേന്ദ്രനായിട്ട് അങ്ങോട്ട് കൊടുത്തു. ഗജേന്ദ്രൻ അങ്ങനെ നടക്കാൻ തുടങ്ങി. ആനത്തറവാട്ടിലെ കാരണവരായും കൊണ്ട് പറയുന്നില്ലേ, അട്ടി വെപ്പാനടവി കുലുക്കി ചിഹ്നം വിളിയാലുലകു കുലുക്കി. ആ കാലൊന്ന് എടുത്തു വെച്ചാൽ തന്നെ ലോകം മുഴുവൻ വിറയ്ക്കും. ലോകത്തെ മുഴുവൻ പ്രകമ്പനം കൊള്ളിപ്പിച്ചും കൊണ്ട് യദ്ഗന്ധമാത്രാധരയോ ഗജേന്ദ്ര വ്യാഘ്രാദയോ വ്യാളമൃഗാസ ഖഡ്ഗ. ഈ ആനയുടെ മദജലത്തിന്റെ ആ ഗന്ധം ഉണ്ടായാൽ തന്നെ, അത് കണ്ടാൽ തന്നെ ആ വഴിയിലൂടെ ഒന്നും പിന്നെ സിംഹമോ പുലിയോ ഒന്നും പോവില്ല, കടുവയൊന്നും പോവില്ല. അവരെയൊക്കെ നിയന്ത്രിച്ചും കൊണ്ട് കേമനായും കൊണ്ടങ്ങനെ നടന്നു ഈ ഗജേന്ദ്രൻ. ആനത്തറവാട്ടിലെ കാരണവരായും കൊണ്ടങ്ങനെ നടന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ വലിയൊരു വരൾച്ച ഉണ്ടായത്. വരൾച്ച വന്ന സമയത്ത് ഈ ആനയ്ക്ക് വെള്ളം വേണമല്ലോ, ആനകൾക്കൊക്കെ വെള്ളം വേണം. എവിടുന്നാ ഈ വെള്ളം കിട്ടുക എന്ന് വിചാരിച്ച് ആനകളൊക്കെ കൂടി ഇങ്ങനെ പോവുകയാണ്. ഗജേന്ദ്രൻ അതിനെ വലിയ തുമ്പിക്കൈയൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കി. അപ്പോഴാണ് ഒരു താമര പൊയ് കണ്ടെന്ന് മനസ്സിലായത്, ഗന്ധത്തിലൂടെ മനസ്സിലായി. എല്ലാ ആനകളും കൂടി ആ താമര പൊയ്കയിലേക്ക് അങ്ങോട്ട് ചെന്നു. അവിടെ എത്തി ധാരാളം വെള്ളമുണ്ട്, വെള്ളമൊക്കെ കുടിച്ചു, താമരത്തണ്ടൊക്കെ പൊട്ടിച്ചു, അതൊക്കെ കഴിച്ച് വിശപ്പൊക്കെ മാറ്റി. ഒരു വിധമൊക്കെ വിശപ്പും ദാഹമൊക്കെ പോയി. എന്നിട്ടും ഈ ആനകൾക്ക് കരയ്ക്കലേക്ക് കയറാൻ തോന്നിയില്ല. അവിടെ തന്നെ ഇരുന്നു എന്നാണ്. ഞാനാണ് ഇവരുടെയൊക്കെ നേതാവ് എന്നുള്ള ഭാവത്തിൽ പിന്നെ ആ പൊയ്കയിൽ അങ്ങനെ കളിക്കാൻ തുടങ്ങി. യഥാഗൃഹി, ഒരു ഗൃഹസ്ഥൻ ഭാര്യയോടും മക്കളോടും കൂടി കളിക്കുന്നത് പോലെ ഒക്കെ ഉണ്ട്, എല്ലാ സന്തോഷമൊക്കെ ഉണ്ട്. അതിലങ്ങോട്ട് മതി മറക്കുകയാണ്. മക്കളെ നോക്കിയും കൊണ്ടും ഭാര്യയെ ശുശ്രൂഷിച്ചും കൊണ്ടും അല്ലെ ഭർത്താവിനെ ശുശ്രൂഷിച്ചും കൊണ്ടും മക്കളെ താലോലിച്ചും കൊണ്ടും മക്കൾക്ക് മക്കളായാൽ അവരെ ഏത് സ്കൂളാണ് കൊണ്ടുപോയി ചേർത്തേണ്ടതെന്ന് ആലോചിച്ചിട്ടും ഇങ്ങനെ പല കാര്യങ്ങളും ആലോചിച്ച് ഭാവിയിൽ എന്താ വരാൻ പോണതെന്ന് പോലും ചിന്തിക്കാതെ ഇങ്ങനെ നടക്കുന്നില്ലേ. നമ്മുടെ കഥ തന്നെയാണ് ഈ ഗജേന്ദ്രന്റെ കഥ. ഒരു ഗൃഹസ്ഥൻ നടക്കുന്നത് പോലെ ആ പൊയ്കയിൽ ഈ ആന ഇങ്ങനെ തുള്ളിച്ചാടി ഇങ്ങനെ വെള്ളമൊക്കെ എടുത്ത് തേവുക, അവിടുന്ന് ഇങ്ങോട്ട് തേവുക, കുട്ടികളൊക്കെ കുളിപ്പിച്ച് അരക്കലേക്ക് കയറ്റുക. ഈ ആനകളൊക്കെ കൂടി അവിടെ ആർഭാടായിട്ട് അങ്ങനെ ആഘോഷിക്കാൻ തുടങ്ങി ആ പൊയ്കയിൽ ഇരുന്നിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ആനയുടെ കാലിൽ എന്തോ ഒന്ന് കടിച്ചു എന്നുള്ള കാര്യം ഗജേന്ദ്രൻ മറ്റാനകളോടൊക്കെ പറഞ്ഞു. നോക്കി, എൻ്റെ കാലിൽ എന്തോന്ന് കടിച്ചു ഇട്ടോ എന്ന് പറഞ്ഞു. അതങ്ങോട്ട് കേട്ടപ്പോഴേക്കും മറ്റാനകളൊക്കെ വേഗം കരക്കലേക്ക് കയറി. നീ ഈ ഗജേന്ദ്രനെ കടിച്ചത് തങ്ങളെ കടിക്കണ്ട, അത്രയ്ക്കേ അവർക്ക് സ്നേഹമുള്ളൂ, അത്രയ്ക്കേ ഉള്ളൂ. ഭാര്യ ആയാലും മക്കളായാലും ഒക്കെ ഇതുപോലെ ഏതെങ്കിലും ഒരു കടി കിട്ടിയാൽ ബന്ധുക്കളൊക്കെ ഉണ്ടാവുമോ? പിന്നെ ഏതാ ഈ മുതലയുടെ കടി എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നത് തന്നെയാണ്. നമ്മൾ രാവിലെ ചെല്ലുന്നില്ലേ ഭാഗവതം തുടങ്ങുന്ന സമയത്ത്, കർമ്മഗ്രാഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. കർമ്മമാകുന്ന മുതല, പ്രാരബ്ധ കർമ്മമാകുന്ന മുതല, അതാണ് നമ്മളെയൊക്കെ കടിക്കുന്നത്. എല്ലാവരെയും കടിക്കുന്നുണ്ടത് പ്രാരബ്ധ കർമ്മം. അതിൻ്റെ ഫലമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധനങ്ങൾ വന്നു കഴിഞ്ഞാലോ പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായവരൊക്കെ ഉണ്ടാവണമെന്നുണ്ടോ? ഉണ്ടാവില്ല, ഉണ്ടായിക്കോളണമെന്നൊന്നുമില്ല. കടി കിട്ടിയെന്ന് മനസ്സിലായപ്പോഴേക്കും മറ്റുള്ളവരൊക്കെ വേഗം കരക്കലേക്ക് കയറി. അവർ ശ്രമിച്ചു നോക്കി, ഈ മുതലയുടെ കടിയിൽ നിന്ന് ഈ ആനേനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കി. വള്ളികളൊക്കെ പൊട്ടിച്ചിട്ട് കൊടുത്തു, ഇങ്ങനെ വള്ളികളൊക്കെ പൊട്ടിച്ചെടുത്ത് കൊടുത്ത് ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ കയറ്റാൻ നോക്കി, തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് കയറ്റാൻ നോക്കി. കുറേ ശ്രമിച്ചു അവർക്കൊന്നും സാധിച്ചില്ല. അവസാനം അവർ പറഞ്ഞു, ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങൾ വരാ എന്ന് പറഞ്ഞിട്ട്, ICUലായല്ലോ ഏതായാലും, ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങൾ വരാന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോവുകയും ചെയ്തു. ഇനി ഞാൻ ഉണ്ടാവുക, ആസ്പത്രി കൊണ്ടാക്കാനൊക്കെ ധാരാളം ആൾക്കാരുണ്ടാവും. ഇന്ന് വിളിക്കും, ഞാൻ വരണോ, വരേണ്ട ആവശ്യമുണ്ടോ, ഞാൻ വിളിച്ചാൽ മതി, എപ്പം വേണമെങ്കിൽ വിളിച്ചോളൂ, ഞാൻ വരട്ടോ എന്നൊക്കെ പറയും. ഉള്ളിൽ എന്താ വിചാരിക്കുന്നത്? വിളിക്കരുതേ എന്നാ വിചാരിക്കുന്നത് തന്നെ. ഉള്ളിൽ അങ്ങനെയാ വിചാരിക്കുക, വിളിക്കരുതേ എന്ന് വിചാരിക്കും. എന്നാലും പറയും എന്താണ്, എന്നെ വിളിച്ചാൽ മതി, എപ്പം വേണേ ആ സമയത്ത് ഞാൻ വരാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ പോവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ആരേ ഉണ്ടാവുള്ളൂ? ഈ കിടക്കുന്നയാളുടെ കുടുംബം മാത്രം ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ടാവുമോ? ഇല്ല, ഉണ്ടാവില്ല. ഇയാളിങ്ങനെ കിടക്കുന്നയാണ്, എന്തായിട്ടും രക്ഷപ്പെടും, അങ്ങോട്ടും ഇല്ല ഉള്ള അവസ്ഥയായാലോ. മക്കളിങ്ങനെ പറയുകയും ചെയ്യും അടുത്ത് വന്നിട്ട്. മകൻ ദൂരമുള്ള മകനായിരിക്കും, ലീവൊക്കെ എടുത്ത് വന്നതായിരിക്കും. ചെവീൻ്റെ അടുത്തൊക്കെ ഓരോ തണുപ്പൊക്കെ ഉണ്ടല്ലോ, ഇന്ന് മരിക്കുവോ, ഇന്ന് മരിക്കണ്ടാവില്ല, അതൊക്കെ അയാൾ കേൾക്കും കിടക്കുമ്പോൾ. ഇന്ന് ഉണ്ടാവുമോ, ഉണ്ടാവാൻ സാധ്യത ഉണ്ട്
എന്ത് ഇയാൾക്ക് മരിക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല, ഈ കിടക്കുന്ന ആൾക്ക് മരിക്കണം എന്നുള്ള യാതൊരു ആഗ്രഹവും ഇല്ല. ഇതൊക്കെ പറയുന്നത് ആര് കേൾക്കും? ഈ കിടക്കുന്ന ആൾ കേൾക്കുകയും ചെയ്യും. സംഭവിക്കുക. ലീവില്ലല്ലോ, ഒന്നെന്നെ മരിച്ചാൽ നന്നായിരുന്നു, ലീവില്ല. ഇതാണ് എന്ത് ഗജേന്ദ്രനും പറ്റുന്ന അവസ്ഥ. ആദ്യം എല്ലാ പിടിയാനകളും പോയി, എല്ലാ കൊമ്പനാനകളും പോയി. ഒരു പിടിയാന അവിടെ ഉണ്ടായിരുന്നു. അതാരാണ്? നമ്മുടെ കൂടെ ഉണ്ടാവും, ഒരു പിടിയാന ഉണ്ടാവും ഏകദേശം. ആരാ ഉണ്ടാവും? അത് ഭാര്യ. ഒരു പിടിയാന കുറച്ച് പ്രായമായാലൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുക. കുറച്ച് കഴിഞ്ഞാലോ തീരെ വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരും അതെ ശുശ്രൂഷയൊക്കെ ഒന്ന് മതിയാക്കി എന്നൊക്കെ വരും. ഒന്നും പറയാൻ കഴിയില്ല. വല്ലാതെ അവസ്ഥയിലൊക്കെ ഞാൻ അറിയുന്ന ഒരാളുണ്ടായിരുന്നു, 4 കൊല്ലം കോമാ സ്റ്റേജിൽ കിടക്കുകയായിരുന്നു. അപ്പം മക്കളും അവരും ബന്ധുക്കളും ഒക്കെ പിന്നെ അവർ നോക്കുന്നുണ്ടോ ചോദിച്ചാൽ ആദ്യമൊക്കെ വലിയ ശ്രദ്ധ ഉണ്ടാവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരു ദിനചര്യ പോലെയാവും. അവിടെ ഒരാൾ കിടക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അവർ ശ്രദ്ധിച്ചോളം തന്നെ ഇല്ല എന്നർത്ഥം. ശ്രദ്ധിക്കുന്നുണ്ട്, ഒരു പരിഗണനയൊന്നും കൊടുക്കണമെന്നില്ല. ആദ്യമുള്ള ആ പരിഗണന ഉണ്ടാവുക. പിന്നെ 4-5 കൊല്ലം കഴിഞ്ഞാൽ അതൊരു സംഭവമായി, അതൊരു വിഷയമല്ലാത്ത അവസ്ഥയിലേക്ക് ആരുടെ ഭാഗത്ത് വരും? മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തരത്തിലേക്ക് അങ്ങോട്ട് മാറും. എല്ലാവരും പോയി. അവസാനം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പിടിയാനയും പോയി, ആരുമില്ല. അന്നേരാണ് ഗജേന്ദ്രൻ ആലോചിച്ചത്, എവിടെ പോയി? നമാമിമേ ജ്ഞാതയ ആതുരം ഗജാഹ കുതക്കരിണ്യ പ്രഭവന്തി മോചിതം ഗ്രാഹേണ പാശേന വിധാതുരാവൃതോപ്യഹം ച തം യാമി പരംപരായണം. ഇനി ഒന്നുമില്ല, ഇനി ഒരു തുമ്പിക്കൈയും കൂടി താഴാനേ ഉള്ളൂ. കുറച്ച് ആനക്കുട്ടികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അവർ നോക്കുന്നത് എന്താണ്? ഗജേന്ദ്രന്റെ ആ തുമ്പിക്കൈയും കൂടി താഴുന്നുണ്ടോ, വെള്ളത്തിൽ മുങ്ങുന്നുണ്ടോ നോക്കിയിരിക്കുകയാണ്. അപ്പം മുങ്ങും, ഇന്ന് വൈകുന്നേരം തന്നെ മുങ്ങും, ഉറപ്പാണ്. ഇതാണ് ഈ കുട്ടികൾ പറയുന്നത്. അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഗജേന്ദ്രൻ. എവിടെ പോയി ഇവരൊക്കെ? നമാമിമേ, എൻ്റെ ബന്ധുക്കൾ എന്നും കാണുന്നില്ലല്ലോ. ഇന്നലെ വരെ കുട്ടേട്ടാന്നൊക്കെ വിളിച്ച് നടന്ന പിടിയാനേനൊന്നും കാണുന്നില്ലല്ലോ. എവിടെ പോയി? ഗ്രാഹേണ പാശേന വിധാതുരാവൃതോ. ഈ ഒരു മുതലയുടെ കടിയിൽ നിന്ന് മുക്തനാവാൻ ആരെ ആശ്രയിക്കന്നേ വഴിയുള്ളൂ? സാക്ഷാൽ ഭഗവാനെ വിചാരിക്കന്നേ വഴിയുള്ളൂ എന്ന് അന്നേരാണ് ഗജേന്ദ്രൻ ഉറപ്പായത്. ആദ്യമൊക്കെ നമ്മുടെ അവസ്ഥ തന്നെയല്ലേ വഹിക്കുന്ന സമയത്ത്, അല്ലെ? മുദ്രാവാക്യൊക്കെ വിളിക്കുന്നത് കേട്ടില്ലേ? എണ്ണാമെങ്കിൽ എണ്ണിക്കോ, ലക്ഷം ലക്ഷം പിഞ്ഞാലേ എന്നൊക്കെ വലിയ മുദ്രാവാക്യൊക്കെ വിളിക്കുന്നത് കേൾക്കാം. കുറച്ചാണ്ട് കഴിഞ്ഞാലോ, വയ്യാണ്ട് ആയാലോ, ലക്ഷം പോയിട്ട് ഒരാളും ഉണ്ടാവില്ല കൂടെ. ഒരു ഗുസ്തിക്കാരൻ്റെ കഥ ഉണ്ട്. അദ്ദേഹം ലങ്കോട്ടി ധരിച്ചു കഴിഞ്ഞാൽ 4 ആൾക്കാരെ ചവിട്ടി വീഴ്ത്തുന്ന ആളായിരുന്നു, അടിച്ച് വീഴ്ത്തുന്ന ആളായിരുന്നു. അങ്ങനെ മരണത്തിൻ്റെ അടുത്തേക്ക് എത്തി. മരിക്കാനായ സമയത്ത് കുറേ നേതാക്കന്മാരൊക്കെ അദ്ദേഹത്തെ കാണാനായിട്ട് വന്നു. മന്ത്രിമാരൊക്കെ കാണാൻ വന്നു. എന്താ ചെയ്യേണ്ടതുണ്ടോ, ഞങ്ങൾ ആവശ്യമുണ്ടോ ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, എൻ്റെ വായേന്ന് ഇങ്ങനെ നൊര വരുന്നുണ്ട്, പത വരുന്നുണ്ട്. അപ്പം ഈ പത കാരണം ഈച്ച മുഖത്ത് വന്ന് ഇങ്ങനെ കൂടുകയാണ്. അപ്പം ഈച്ചേനെ ആട്ടാനായിട്ട് ഒരാളെ നിർത്തിയാൽ നന്നായിരുന്നു, ഒരു വ്യക്തിയെ നിർത്തിയാൽ നന്നായിരുന്നു എന്നാണ്. നോക്കൂ, ഒരു തവണ ലങ്കോട്ടി ധരിച്ചാൽ 4 ആളെ വീഴ്ത്തുന്ന ആളാണ്. അദ്ദേഹത്തിനാണ് ഈച്ചേനെ ആട്ടാൻ പോലും വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തിയത്. അതാണ് അവസ്ഥ, പ്രാരബ്ധം, അല്ലാണ്ട് വേറെന്ത് പറയാനാണ്? ഇങ്ങനെയുള്ള ഈ പ്രാരബ്ധം, ഇപ്പൊ ചോദ്യം ഉണ്ടാവും, ഭഗവാനെ സേവിക്കുന്നവർക്ക് ഇതുപോലുള്ള പ്രാരബ്ധമൊക്കെ ഉണ്ടാവില്ലേ? ഒരു ചോദ്യം ഉണ്ടാവും. ഭഗവാനെ സേവിക്കുന്നവർക്കും ഇപ്പൊ രാമകൃഷ്ണ പരമഹംസർക്ക് പലതരത്തിലുള്ള പ്രാരബ്ധങ്ങൾ ഉണ്ടായിരുന്നല്ലോ. മഹാരോഗം വരെ വന്നു, അല്ലെ? കണ്ഠാർബുദം വരെ വന്നു. പക്ഷെ എന്താ, മഹാത്മാക്കൾക്ക് ഇങ്ങനെയുള്ള പ്രാരബ്ധങ്ങളൊക്കെ വന്നാലും എന്ത് ബാധിക്കില്ല? ഇതൊന്നും ബാധിക്കില്ല. അവർക്ക് ദുഃഖം ഉണ്ടാവില്ല. പ്രാരബ്ധമൊക്കെ അവർക്ക് ഉണ്ടാവും. അവർക്കറിയാം ഈ ദേഹമാണ് എന്നുള്ള ധാരണ അവർക്കില്ല. ദേഹം എന്നുള്ള പറഞ്ഞാൽ എന്താണ്? ക്ഷയിക്കുന്നതാണ്, ശരീരം നശിക്കുന്നതാണ് എന്നുള്ള ധാരണ ഉണ്ട്. അതിൻ്റെ മുകളിൽ അമിതമായ അഭിമാനം ആരുടെ മനസ്സിലുണ്ടാവില്ല? ജ്ഞാനികളുടെ മനസ്സിലുണ്ടാവില്ല. അവർക്കറിയാം അതൊക്കെ അങ്ങനെ സംഭവിക്കാൻ പോണതാണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് ഇത്രയൊക്കെ തന്നെയേ മഹത്വം ഉള്ളൂ എന്ന് ആർക്ക് മനസ്സിലാവും? മഹാത്മാക്കൾക്ക് മനസ്സിലാവും. അപ്പൊ ദുഃഖത്തിന്റെ സാഹചര്യം വന്നാൽ പോലും അവരുടെ ആ ശക്തി കാരണം അവർക്ക് എന്ത് ഉണ്ടാവില്ല? ദുഃഖം ഉണ്ടാവില്ല. അതാണ് വ്യത്യാസം. ഇപ്പൊ തൃപ്രയാറിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടാവും. തൃപ്രയാർ അങ്ങനെയുള്ള വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ വെടിക്കെട്ടുണ്ടാവും. ഈ വെടിക്കെട്ടുണ്ട് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ആ അമ്പലത്തിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ വെടിക്കെട്ടുണ്ടായ ഞെട്ടലൊന്നും ഉണ്ടാവില്ല, വലിയ ഞെട്ടലൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് ആദ്യമായിട്ട് ആ ക്ഷേത്രത്തിൽ പോകുന്ന ഒരാളാ വിചാരിച്ചോളൂ, വെടിക്കെട്ടുണ്ട് എന്നുള്ള കാര്യം അവർക്ക് അറിയില്ല വിചാരിക്കുക. പെട്ടെന്നൊരു കതിനി അങ്ങോട്ട് പൊട്ടിയാൽ ആകെ ഒരു ഞെട്ടലുണ്ടാവും. ഇതുപോലെയാണ്. ഇതറിയുന്നവർക്ക് എന്തില്ല? യാതൊരു ഞെട്ടലും ഉണ്ടാവില്ല. അതാണ് ഭാഗവതം കേൾക്കുന്നവരുടെക്കും അല്ലെ ഭാഗവതത്തെ മനസ്സിലാക്കിയവർക്കും മനസ്സിലാക്കാത്തവർക്കും തമ്മിലുള്ള വ്യത്യാസം. ഭാഗവതോപാസകന്മാർക്ക് അവർക്ക് ദുഃഖം ഉണ്ടാവില്ല എന്നൊന്നും പറയുന്നില്ല.
ദുഃഖമൊക്കെ ഉണ്ടാവും, ഞാനൊന്നും പറയുന്നില്ല. ദുഃഖിക്കാനുള്ള സാഹചര്യം ഉണ്ടായാൽ പോലും, പ്രാരബ്ധ കർമ്മം വന്നാൽ പോലും അവർക്ക് അതിൻ്റെ ഒരു വിഷമം അവരെ ബാധിക്കില്ല. അതാണ് മഹത്വം, അതാണ് വ്യത്യാസം. അത് വലിയ കാര്യമാണ്, അതാണ് ഏറ്റവും വലിയ കാര്യം. ആ ഒരു ആഭ്യന്തരമായ ശക്തി നമുക്ക് കിട്ടിയാൽ നമ്മൾ വിജയിച്ചു, വേറൊന്നും വേണ്ട. ഇതാണ് ഭാഗവതം കൊണ്ട് കിട്ടേണ്ട ലക്ഷ്യം. മരിക്കാതിരിക്കാനല്ല ഭാഗവതം വായിക്കുന്നത്, പിന്നെ എന്തിനാ? മരണഭയം ഇല്ലാതിരിക്കാനാണ്, മരിക്കാതിരിക്കാനല്ല. അങ്ങനെയാണ് ആസ്പത്രി ഉണ്ടാക്കുന്നത് എന്തിനാണ്? മരിക്കാതിരിക്കാനാണോ? അല്ല. ഓരോരോ വാർഡിലും ആസ്പത്രി ഉണ്ടാക്കിയാലും മരിക്കും, മരിക്കാതിരിക്കാനല്ല. സുഖമായിട്ട് മരിക്കാനാണ് ആസ്പത്രികളൊക്കെ ഉണ്ടാക്കുന്നത്, സുഖമായിട്ട് മരിക്കാൻ, അല്ലേ? അങ്ങനെയല്ലേ അർത്ഥം? അല്ലെങ്കിൽ ആയസ് ദീർഘിപ്പിക്കാൻ, നീട്ടിവെക്കാൻ, കൂട്ടാൻ, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. മരിക്കാതിരിക്കുന്നത് ഇല്ല, സുഖമായിട്ട് മരിക്കാൻ അല്ലെങ്കിൽ ആയസ് നീട്ടിക്കിട്ടാൻ, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അതേപോലെ ഭാഗവതം കേൾക്കുന്നതോ മരിക്കാതിരിക്കാനല്ല, മരണഭയം ഇല്ലാതിരിക്കാനാണ്. ഏതായാലും ഗജേന്ദ്രന് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. അദ്ദേഹം ആ കഴിഞ്ഞ ജന്മത്തില് ഈശ്വരഭക്തനായിരുന്നു. ആ ഒരു സംസ്കാരം ഈ ആനയായി ജനിച്ചപ്പോഴും ഉണ്ടായതുകൊണ്ട് പ്രാഗ്ജന്മന്യനുശിക്ഷിതം, ഭഗവാൻ തന്നെ മാത്രമേ തനിക്ക് ലക്ഷ്യമുള്ളൂ, ഭഗവാനെ ആശ്രയിക്കല്ലാതെ വേറൊരു വഴിയില്ല. ആനം പറയാറില്ലേ, ആ ഭഗവാന്റെ പാദാരവിന്ദം, ഭഗവാന്റെ പാദം അങ്ങോട്ട് പിടിച്ചോളൂ എന്ന് പറയാറുണ്ട്. വേറൊരു വടിയും പിടിച്ചിട്ട് കാര്യമില്ല, തൃച്ചേവടി പിടിച്ചോളൂ എന്ന് പറയും. ആ ഭഗവാന്റെ തൃച്ചേവടി അല്ലാതെ വേറൊരു വഴിയില്ല എന്ന് ബോധ്യപ്പെട്ട ആ ഗജേന്ദ്രൻ അവിടെ വെച്ച് ഗംഭീരമായ സ്തോത്രങ്ങളെ കൊണ്ട് അങ്ങോട്ട് സ്തുതിച്ചു. അതാണ് 3-ാം അധ്യായത്തിലെ ഗജേന്ദ്രന്റെ സ്തുതി. വളരെ പ്രധാനപ്പെട്ട സ്തുതിയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഭാഗവതം അഷ്ടമസ്കന്ധം വളരെ പ്രധാനപ്പെട്ട ഒരു സ്കന്ധമാണ്, സ്തുതിപ്രധാനമായ ഒരു സ്കന്ധമാണ്. എത്ര സ്തുതിയാ അഷ്ടമസ്കന്ധത്തിലുള്ളത്? ഗജേന്ദ്രന്റെ സ്തുതി, അത് കഴിഞ്ഞാൽ ദേവന്മാര് മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്ന 5-ാം അധ്യായത്തിലെ സ്തുതി, പ്രത്യക്ഷപ്പെട്ട ഭഗവാനെ സ്തുതിക്കുന്ന 6-ാം അധ്യായത്തിലെ സ്തുതി, എല്ലാ സ്തുതിയും വളരെ ഗംഭീരാണ്. ശരിക്ക് പുരാണങ്ങളൊക്കെ ഉണ്ടായത് തന്നെ ഉപനിഷത്തിൽ പറഞ്ഞ തത്വങ്ങൾ ജനങ്ങൾക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക് കൂടുതൽ വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ വിശദീകരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉപനിഷത്തിൽ എന്താ പറഞ്ഞത്? നേരത്തെ പറഞ്ഞല്ലോ, സത്യം വദ, ധർമ്മം ചര, സത്യമേവ ജയത്തെ, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ഇങ്ങനെയൊക്കെയാണ് ഉപനിഷത്തിലൊക്കെ പറഞ്ഞത്. ഈ ഉപനിഷത്തുക്കളിലൊക്കെ പറഞ്ഞ വിഷയങ്ങളെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കൂടുതൽ വിശദീകരിച്ചു കൊടുക്കാനാണ് പുരാണങ്ങളൊക്കെ ഉണ്ടായത്. കഥകളിലൂടെയും ഭക്തി വർദ്ധകങ്ങളായ കഥകളിലൂടെയും ഉപദേശങ്ങളിലൂടെയും ഒക്കെയാണ് ഈ ഒരു പ്രക്രിയ പുരാണ ഇതിഹാസങ്ങളിൽ നടത്തുന്നത്. ഇതിഹാസങ്ങളിൽ ചരിത്രവും കൂടിയും കൂടുതലുണ്ട്, പുരാണങ്ങളിലോ ചരിത്രമുണ്ട് ഇല്ല എന്നല്ല, ചരിത്രത്തെക്കാൾ കൂടുതൽ ഭക്തി സംവർദ്ധകങ്ങളായ കഥകളും സ്തുതികളും സ്തോത്രങ്ങളും ഒക്കെയാണുള്ളത്. അതിലൂടെയൊക്കെ ഉപനിഷത്തിൽ പറഞ്ഞ ആശയങ്ങളെയാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ ഭാഗവതത്തിലുള്ള ഓരോരോ സ്തുതികളും നമ്മൾ പഠിക്കണം. ആ സ്തുതികളിലൂടെ പോകുമ്പോഴാണ് വേദാന്ത സാരമാണ് ശ്രീമദ് ഭാഗവതം എന്ന് മനസ്സിലാവുക. പുരാണങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുരാണം ഏതാ ചോദിച്ചാൽ, പുരാണങ്ങളിൽ ഏറ്റവും മഹിമയാർന്ന പുരാണം ശ്രീമദ് ഭാഗവതമാണ്. അതുകൊണ്ട് ധാരാളം ആചാര്യന്മാര് ഭാഗവതത്തെ തന്നെ ഒരു പ്രസ്ഥാനമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. സാധാരണ പ്രസ്ഥാനത്രയം എന്നാണ് പറയുക. ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, അതാണ് പ്രസ്ഥാനത്രയം. എന്നാൽ വല്ലഭാചാര്യരെ പോലുള്ള പണ്ഡിതന്മാരോ ഭാഗവതത്തെയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പ്രസ്ഥാന ചതുഷ്ടയം എന്നൊരു സമ്പ്രദായം കൂടി തുടങ്ങിയിട്ടുണ്ട്. ഭാഗവതം വേദാന്തത്തിന്റെ സാരമാണ്. ശരിക്കും അദ്വൈത ദർശനങ്ങളൊക്കെ ആവിഷ്കരിക്കപ്പെട്ടത് എവിടുന്നാണ്? ശ്രീമദ് ഭാഗവതത്തിൽ നിന്നാണ് എന്ന് വേണമെങ്കിൽ പറയാം. വേദാന്തത്തിന്റെ താല്പര്യമാണ് ഭാഗവതം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്തുതി നോക്കിയാൽ തന്നെ ആ വേദാന്തത്തിന്റെ, ഉപനിഷത്തിന്റെ ആശയങ്ങൾ കാണാൻ കഴിയും. ഗംഭീരമായ സ്തുതിയാണ്. എന്തൊക്കെയാ പറഞ്ഞത്? ഓം നമോ ഭഗവതേ തസ്മൈ യത ഏതച്ചിദാത്മകം പുരുഷായ ആദിബീജായ പരേശായ ഭിധീമഹി. പരമാത്മാവായിരിക്കുന്ന അവിടുത്തേക്ക് നമസ്കാരം. അങ്ങ് തന്നെയാണ് ആദി, പ്രകൃതിയായിട്ടും ഇരിക്കുന്നത്. ബീജം, പുരുഷനായിട്ടിരിക്കുന്നത് ആരാണ്? അതും അങ്ങ് തന്നെയാണ്. പുരുഷൻ എന്ന് പറഞ്ഞാൽ ക്ഷേത്രജ്ഞൻ, ജീവാത്മാവ് എന്നൊക്കെ പറയാം. പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചമഹാഭൂതങ്ങളോട് കൂടിയ ഈ പഞ്ചമഹാഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ ശരീരം, അതാണ് പ്രകൃതി. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന, ബദ്ധനായും കൊണ്ടിരിക്കുന്ന പുരുഷൻ, ജീവാത്മാവ് കൂടസ്ഥൻ. എന്നത്രയേ ഉള്ളൂ. അല്ല, ഇവയ്ക്ക് അടിസ്ഥാനമായിട്ട് ആരുണ്ട്? പരമ്പൊരുളായ ഭഗവാനുണ്ട്. പരം തത്വം, ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേത്യുദാഹൃത എന്ന് ഭഗവത്ഗീതയിൽ കാണാം. പ്രകൃതിക്കും പുരുഷനും ആശ്രയമായി നിൽക്കുന്ന ഉത്തമ പുരുഷൻ ഈശ്വരൻ എന്ന് പറയും.
അതാണ് ഈശ്വരൻ, ജീവൻ, ജഗത്ത്. അങ്ങനെ പരബ്രഹ്മം അനന്യവും അഭിന്നവുമായ ആ മായയെ സ്വീകരിച്ചിട്ട്, മായയുടെ വിദ്യയെ സ്വീകരിച്ച്, മായയുടെ ശക്തിയാണ് വിദ്യ എന്നുള്ളത്, വിദ്യയെ സ്വീകരിച്ച് ഈശ്വരനായിട്ടും അവിദ്യയെ സ്വീകരിച്ച് ജീവാത്മഭാവത്തിൽ, നമ്മുടെയൊക്കെ അവസ്ഥയിൽ ഇരിക്കുന്ന ഭാവത്തിലും ഈ ജീവാത്മാവിന് അനുഭവിക്കാനുള്ള പ്രകൃതിയായിട്ടും ഇരിക്കുന്നത് ആരാണ്? ഒരേ ഭഗവാൻ തന്നെയാണ്. ജീവാത്മാവ് സത്യത്തെ അനുഭവിച്ചു കഴിഞ്ഞാലോ, സാക്ഷാത്കരിച്ചു കഴിഞ്ഞാലോ, പിന്നെ ഈശ്വരനും ഇല്ല, ജീവനും ഇല്ല, ജഗത്തും ഇല്ല. എന്തേ ഉള്ളൂ? പ്രകൃതിയും ഇല്ല. എന്തേ ഉള്ളൂ? ഉള്ളത് ഏകവും അദ്വിതീയവുമായ ആ തത്വം, പരബ്രഹ്മ തത്വം മാത്രമേ ഉള്ളൂ. അവിടേക്ക് എത്തണം. എത്തിക്കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടും. അപ്പൊ മായയാൽ പ്രകൃതിയായും പുരുഷനായിട്ടും ഒക്കെ ഇരിക്കുന്നത് ആരാണ്? അവിടുന്ന് തന്നെയാണ്. അങ്ങനെയുള്ള ഭഗവാനെ, അവിടുത്തേക്ക് ഇതാ നമസ്കാരം. യസ്മിന്നിദം യതശ്ചേദം യേനേദം യൈദം സ്വയം യോസ്മാൽ പരസ്മാച്ച പരസ്തം പ്രപദ്യേ സ്വയം ഭുവം. യസ്മിന്നിദം, ആരാ ഈശ്വരൻ? അതിനുള്ള ഉത്തരമാണ് ഈ ഒരു ശ്ലോകം. ആരാണ് ഈശ്വരൻ? യസ്മിന്നിദം, പരബ്രഹ്മം എന്താണ്? ഇതം, ഈ ലോകം, ഈ പ്രപഞ്ചം, യസ്മിൻ, യാതൊരുവനിലാണോ വർത്തിക്കുന്നത്, യാതൊരു സത്യത്തിലാണോ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്, യതശ്ചേദം യതഃ, യാതൊന്നിൽ നിന്നാണോ ഇതെല്ലാം ഉണ്ടായത്. അപ്പൊ ഈ കാണുന്ന വിശ്വം ഒന്ന് ചിന്തിച്ചു നോക്കൂ. എത്ര അത്ഭുതകരമാണ് ഈ വിശ്വം, ഈ പ്രപഞ്ചം. അനന്തകോടി ബ്രഹ്മാണ്ടം അല്ലേ? അനന്തകോടി ബ്രഹ്മാണ്ട നായകൻ എന്നല്ലേ ഭഗവാനെ പറയുക. വിശ്വഭ്രമണകാരിണി എന്നൊക്കെ കാണാം ലളിതാ സഹസ്രനാമത്തില്. എത്രയാ ഈ പ്രപഞ്ചത്തിന്റെ ശക്തി, എന്തൊരു വലുപ്പമാണുള്ളത്. അവസാനിക്കുന്നുണ്ടോ? ഇല്ല. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് കൃത്യമായ ക്രമത്തിലൂടെ, നിയമത്തിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇന്നെന്ന കാലത്ത് ഇന്നെന്ത് വരട്ടെ, ഇന്നെന്ന സ്ഥലങ്ങളിൽ ഇന്നതൊക്കെ ഉണ്ടാവുന്നു. കാലാവസ്ഥകള്, ഗ്രഹങ്ങള്, ഓരോരോ ഗ്രഹങ്ങളിൽ ഓരോരോ പ്രത്യേകതകള്. ഭൂമിക്കൊരു പ്രത്യേകത, സൂര്യന് വേറൊരു പ്രത്യേകത. ഓരോരോ ഗോളങ്ങളും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. ഇതൊന്നും പരസ്പരം മുട്ടിപ്പോവാതെ അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. പൊട്ടിപ്പോകുന്നില്ല, പരസ്പരം പൊട്ടി തകർന്നു പോകുന്നില്ല. ഒരു കൃത്യമായ വ്യവസ്ഥയിൽ ഇതെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആരാലാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ നിയമിക്കപ്പെടുന്നത്? യാതൊരുവനാലാണ് ഈ പ്രപഞ്ചം നിയമിക്കപ്പെടുന്നത്. യാതൊരുവനിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. യതഃ, യാതൊരുവനിൽ നിന്നാണോ ഇതുണ്ടായത്, യാതൊരുവനാലാണോ ഇതെല്ലാം നിലനിൽക്കുന്നത്. ഈശാവാസ്യോപനിഷത്തിലൊരു ചോദ്യമുണ്ട്. യാഥാ തഥ്യതോ അർത്ഥാൻ വ്യതഥാൽ ശാശ്വതീഭ്യ സമാഭ്യ. എങ്ങനെ വേണോ അങ്ങനെ, ഏത് രീതിയിലാണോ ഈ പ്രപഞ്ചം പോകേണ്ടത് അതേപോലെ ഈ പ്രപഞ്ചത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതാണ് യാഥാ തഥ്യതോ അർത്ഥാൻ വ്യതഥാത്. വേണ്ട രീതിയിൽ പ്രപഞ്ചത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതാണ് ഭഗവാന്റെ മഹത്വം. നമ്മളാരെങ്കിലും ആണോ, നമ്മുടെ ആരുടെയും മഹിമ കൊണ്ടാണോ സൂര്യൻ ഉദിക്കുന്നത്? ഈ ഭൂമി കറങ്ങിക്കോട്ടെ, നമ്മളാരെയും കറക്കുകയാണോ? അല്ല. നമ്മളവിടുന്ന് പാർലമെന്റിൽ സമ്മേളനം നടത്തുന്നത് കൊണ്ടാണോ സൂര്യൻ ഉദിക്കുന്നത്? അല്ലെങ്കിൽ UN ഉണ്ടായത് കൊണ്ടാണോ ഈ ലോകം നടക്കുന്നത്? ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ മാത്രമല്ലേ ഉള്ളൂ. ഈ പ്രപഞ്ചം എത്ര ഉണ്ട്? ഇതിനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരാണ്? ആരാലാണ് ഇതൊക്കെ നിയമിക്കപ്പെടുന്നത്? ചോദിക്കുന്നില്ലേ? ആരാണിതെല്ലാം പണിതോനവൻ പാദങ്ങൾ ആരാൽ പണിയാം. കുമാരനാശാൻ പറയുന്നുണ്ട്, ആരാണ് ഇതിനൊക്കെ നയിച്ചു കൊണ്ടിരിക്കുന്നത്? അവന്റെ പാദങ്ങളെ വന്ദിക്കാം എന്ന് പറയാണ്. യസ്വയം, മാത്രല്ല ആ ഭഗവാൻ തന്നെയാണ് ഇതൊക്കെ. ഭഗവാൻ വേറെയും ഈ പ്രപഞ്ചം വേറെയാണോ? അല്ല. ഇപ്പൊ സമുദ്രവും തിരയും എന്ന് പറയും പോലെയാണ്. സമുദ്രത്തിൽ നിന്ന് ഭിന്നമാണോ തിര? ആണോ? അല്ല. സമുദ്രം തന്നെയല്ലേ തിര. തിരയെ കാണാത്ത ഒരാളോട് സമുദ്രം എന്ന് പറഞ്ഞാൽ പോരെ? മതി. ശരിയാണ്, തിരയിൽ തന്നെയാണ്, സമുദ്രത്തിൽ തന്നെയാണ് തിര ഉള്ളത്. തിരയും നുരയും ഒക്കെ എന്തിൽ നിന്നുണ്ടാവുന്നു? സമുദ്രത്തിൽ നിന്നുണ്ടാവുന്നു. സമുദ്രത്തിൽ തന്നെ നിലനിൽക്കുന്നു, സമുദ്രത്തിലേക്ക് തന്നെ ലയിക്കുന്നു. ഒന്നുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ സമുദ്രത്തിൽ നിന്ന് ഭിന്നമായി ഒരു തിര ഉണ്ടോ? ഇല്ല. അപ്പൊ ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചാകാരേണ ഭാസിക്കുന്നതും ശോഭിക്കുന്നതും. ആരാണ്? അതും ഭഗവാൻ തന്നെയാണ്. സ്വർണം തന്നെയല്ലേ ആഭരണങ്ങളായിട്ടൊക്കെ നിൽക്കുന്നത്. സ്വർണത്തിൽ നിന്ന് മാല ഉണ്ടായി എന്ന് പറയാൻ വയ്ക്കുവോ? ഇല്ല. മാല എന്ന് വേണേ പറയാ, എങ്കിലും അതെന്താ വാസ്തവത്തില് സ്വർണത്തിൽ തന്നെയാണ് ഈ മാല സത്യമായി ഇരിക്കുന്നത്. സ്വർണത്തിൽ നിന്ന് വേറിട്ട ഒരസ്തിത്വം എന്തിനില്ല? മാലയ്ക്കോ മോതിരത്തിനോ ഒന്നുമില്ല. ഒന്നും കൂടി ചിന്തിച്ചു കഴിഞ്ഞാലോ, ഈ മാലയും വളയും മോതിരമൊക്കെ ഉരുക്കിയ എന്തായി മാറുന്നു? സ്വർണം തന്നെയായി മാറുന്നു. അപ്പൊ ഭഗവാൻ തന്നെയാണ് എല്ലാം അർത്ഥം. എല്ലാമായിരിക്കുന്ന ഭഗവാനെ, അവിടുത്തേക്ക് ഇതാ നമസ്കാരം.
അവിടുത്തെയുടെ മഹിമ എത്രയാ പറയേണ്ടത്. യസ്വാത്മനീതം, ആ ഭഗവാൻ തന്നെ സ്വന്തം മായയാൽ പലതായിട്ട് പ്രകാശിക്കപ്പെടുന്നു. വാസ്തവത്തിൽ പലതുണ്ടോ? ഇല്ല. പലതുകളുടെയും പിന്നിലുള്ളതൊക്കെ എന്താണ്? ഒന്ന് തന്നെയാണ്. ഒന്ന് പലതായി തീർന്നു എന്ന് പറഞ്ഞത് അർത്ഥം പലതുകൾക്കും പിന്നിലുള്ളത് ഒന്ന് തന്നെയാണ്. ഒരേ ഭഗവാൻ തന്നെയാണ് പല രൂപങ്ങളിൽ പല പേരുകളിലായി നിൽക്കുന്നത്. ഒരേ ശക്തി തന്നെ. രാമൻ നായർ എന്ന് പറഞ്ഞാലും, കൃഷ്ണൻ നമ്പൂതിരി എന്ന് പറഞ്ഞാലും, വർഗീസ് എന്ന് പറഞ്ഞാലും, മുഹമ്മദ് എന്ന് പറഞ്ഞാലും, മനുഷ്യൻ എന്ന് പറഞ്ഞാലും, മൃഗങ്ങൾ എന്ന് പറഞ്ഞാലും, ഇതൊക്കെ എന്താണ്? ഒരേ ഭഗവാൻ തന്നെ. പറയുന്നില്ലേ ശങ്കരാചാര്യ സ്വാമികൾ, യാ ബ്രഹ്മാതി പിപീലി കാന്തതനുഷു പ്രോത ജഗൽ സാക്ഷിണി. യാതൊരു തത്വമാണോ ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെ, ഇപ്പൊ ശാസ്ത്രം കുറച്ചുകൂടി പുരോഗമിച്ചുവല്ലോ, അമീബ വരെ എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നത് യാതൊരു ശക്തിയാണോ, അങ്ങനെയുള്ള ശക്തിക്കായിക്കൊണ്ട് നമസ്കാരം. ഭഗവാനെ വാസ്തവം പറയുകയാണെങ്കിൽ ബ്രഹ്മണേ അനന്തശക്തയെ, അനന്തമായ ശക്തിയോടുകൂടിയവനാണ് അവിടുന്ന്. അങ്ങേ ആർക്കാ മനസ്സിലാക്കാൻ കഴിയുന്നത്? ദിദൃക്ഷവോ യസ്യ പദം സുമംഗളം വിമുക്ത സംഗാ മുനയസ്സു സാധവ. സജ്ജനങ്ങള് അങ്ങയുടെ മഹിമയെ മനസ്സിലാക്കുന്നു. മുനിമാർ അങ്ങയുടെ തത്വത്തെ അറിയുന്നു. വേദത്തിൽ തന്നെ കാണാം, തത് വിഷ്ണോഹ പരമം പദം സദാ പശ്യന്തി സൂരയഃ. എപ്പോഴും ആര് മനസ്സിലാക്കുന്നു? സൂരയഃ പശ്യന്തി. പണ്ഡിതന്മാര്, ജ്ഞാനികൾ അറിയുന്നു. എങ്ങനെയുള്ള ജ്ഞാനികള്? വിമുക്ത സംഘ, സംഘത്തെ ഉപേക്ഷിച്ചവര്. സുസാധവ, സജ്ജനങ്ങള്. എങ്ങനെയുള്ള സജ്ജനങ്ങള്? നല്ല സജ്ജനങ്ങള്. ബാഹ്യ വേഷം കെട്ടിക്കൊണ്ട് ഇതുപോലെ മുണ്ടൊക്കെ പുതച്ചാൽ സജ്ജനാവണമെന്നുണ്ടോ? ഇല്ല. ഈ വേഷം കെട്ടലല്ലാതെ ഉള്ളിൽ തന്നെ ആ സജ്ജന സംസ്കാരമുള്ള സത്വഗുണപ്രധാനികളായ ആ സത്വഗുണത്തിലൂടെ ഗുണാതീതരായി തീർന്ന മഹാത്മാക്കൾക്ക് അവരെങ്ങനെയാ നടക്കുന്നത്? ചരന്തി അലോകവ്രതമവ്രണം വനേ. ബ്രഹ്മചര്യാദി സാധനകളിലൂടെ മുന്നോട്ട് പോകുന്ന അങ്ങനെയുള്ള സജ്ജനങ്ങൾ അങ്ങേ അറിയുന്നു. അവരുടെ പരമമായ ഗതി ആരാണ്? അവിടുന്ന് തന്നെയാണ്. സഹസ്രനാമത്ത് പറയുന്നില്ലേ, മുക്താനാം പരമാഗതി. മുക്തന്മാരുടെ പരമമായ ഗതി ആരാ? അവിടുന്ന് തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്. തസ്മൈ നമ പരേശായ ബ്രഹ്മണേനന്ദശക്തയെ അരൂപായ ഒരു രൂപായ നമ ആശ്ചര്യ കർമ്മണേ. വാസ്തവം പറയുകയാണെങ്കിൽ അങ്ങനെ രൂപമുണ്ടോ? രൂപമുണ്ട് എന്നും പറയാ, രൂപമില്ല എന്നും പറയാം. ഒരു രൂപവും ഭഗവാനില്ല, പ്രത്യേകിച്ച് ഒരു പേരും ഇല്ല, ഒരു രൂപവും ഇല്ല. ബ്രഹ്മം എന്നുള്ള പേര് പോലും എന്താണ്? ആ സത്യത്തെ മനസ്സിലാക്കാനായിട്ട് കൊടുത്ത ഒരു പേര് വേണ്ടേ? അതിനുവേണ്ടി നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു പേര് കൊടുത്തു എന്ന് മാത്രം. പ്രത്യേകിച്ച് പേരുണ്ടോ ഭഗവാന്? പേരില്ല. രൂപമുണ്ടോ ഭഗവാന്? രൂപവും ഇല്ല. നമ്മൾ പല രൂപങ്ങളിൽ കാണുന്നു. രൂപം കൊടുത്ത ആ രൂപത്തിൽ കാണാം, എളുപ്പമുണ്ട്. അങ്ങനെ രൂപം കൊടുക്കുമ്പോൾ നമുക്കൊരു സൗകര്യമുണ്ട് ഉപാസിക്കാൻ. ഒരു അവലംബം ഉണ്ടാവുമ്പോഴല്ലേ കഴിയുള്ളൂ. നമുക്കൊരു അവലംബം വേണം. ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഒരു ശക്തി, മനസ്സൊന്ന് കേന്ദ്രീകൃതമാവണം. അതിനുവേണ്ടി ഓരോ രൂപം കൊടുക്കുന്നു എന്ന് മാത്രം. 4 കൈകൾ വെച്ചാൽ ബ്രഹ്മം ആരായി? മഹാവിഷ്ണുവായി. 3 കണ്ണുകളോടുകൂടിയായാലോ പരമേശ്വരനായി, അല്ലേ? വെള്ള സാരി ധരിച്ചു വന്നാലോ സരസ്വതിയായി. ചുവപ്പ് സാരിയായിട്ട് വന്നാലോ മഹാലക്ഷ്മിയായി. ഏത് രൂപത്തിൽ വേണമെങ്കിലും ആ ശക്തിയെ വരയ്ക്കാം. അത് നമ്മുടെ ഒരു സൗകര്യമാണ്. ഇത്രയാ പേരുകളുള്ളത്, ഇത്രയാ രൂപങ്ങളുള്ളത്, ഒരു സൗകര്യമുണ്ട്. ഏത് രൂപങ്ങളിൽ വേണമെങ്കിലും കാണാം. അത് ഹിന്ദു സംസ്കൃതിയുടെ ഒരു മഹത്വമാണ്. വാസ്തവത്തിൽ ഒരു പേരും ഇല്ല, ഒരു രൂപവും ഇല്ല. അതുകൊണ്ട് തന്നെ അനവധി പേരുകളിലും അനവധി രൂപങ്ങളിലും കാണാൻ കഴിയുന്നു. ഒരു പേര് മാത്രം വിളിച്ചിട്ട് മടുപ്പ് വരില്ല. ഇത്ര പേര് വേണമെങ്കിൽ വിളിക്കാം. ശിവനെ വിളിക്കണോ, ശിവനായിട്ട് കാണാം. വിഷ്ണുവിനെ നാരായണ എന്ന് വിളിക്കണോ, അങ്ങനെ വിളിക്കാം. നമശിവായ എന്ന് വിളിക്കണോ, അങ്ങനെ വിളിക്കാം. അമ്മേ നാരായണ എന്ന് വിളിക്കണോ, അങ്ങനെ വിളിക്കാം. ഒരു നാമം മാത്രമേ ഉള്ളെങ്കിലോ കുറെ കഴിഞ്ഞാൽ ബോറടിക്കില്ലേ? ബോറടിക്കും. അതുകൊണ്ടാണ് ഒരു പേരും ഇല്ലെങ്കിലും അനവധി പേരുകളിൽ ഭഗവാനെ വിളിക്കാം. ഒരു രൂപവും ഇല്ലെങ്കിലും അനവധി രൂപങ്ങളിൽ ഭഗവാനെ കാണാം. ഇങ്ങനെ വൈവിധ്യങ്ങൾ ഉള്ളത് കൊണ്ട്, ആ സമ്പ്രദായ വൈവിധ്യങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മുടെ സനാതന ധർമ്മത്തിൽ പല മാർഗങ്ങളിലുള്ളവർക്കും മുന്നോട്ട് പോകാൻ, പല രീതികളിലൂടെയും മുന്നോട്ട് പോകാനുള്ളൊരു സൗകര്യം ഉണ്ടായി. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ദശമഹാവിദ്യ ഉണ്ട്, അല്ലേ? ദേവി ഭക്തന്മാർ ആ സമ്പ്രദായത്തെ സ്വീകരിക്കുന്നു. ദശമഹാവിദ്യ, 64 യോഗിനി സമ്പ്രദായം, ഇതൊക്കെ ദേവീ സമ്പ്രദായത്തിൻ്റെ ഓരോരോ വൈവിധ്യങ്ങളാണ്. ഒക്കെ ഭാരതത്തിലെ പല സ്ഥലങ്ങളിലുണ്ട്. ആസാം, ബംഗാൾ, അതുപോലെ ബീഹാർ, ജാർഖണ്ഡ്, ആ സംസ്ഥാനങ്ങളിലൊക്കെ, ഛത്തീസ്ഗഡ്, അവിടെയൊക്കെയുള്ള ക്ഷേത്ര സമ്പ്രദായങ്ങളിലൊക്കെ എന്താ കൂടുതലുള്ളത്? തന്ത്രത്തിലുള്ള ആ ഈശ്വരീയമായ
അനവധി വഴികളെ ആളുകൾ സ്വീകരിക്കുന്നു. തന്ത്രമാർഗത്തിൽ പ്രത്യേകിച്ച് ശാക്തേയ മാർഗങ്ങളിലൊക്കെ സ്വീകരിക്കുന്നു. അതൊക്കെ വളരെ നല്ല വഴികളാണ്. പിന്നെ വൈഷ്ണവ സമ്പ്രദായത്തിൽ സ്വീകരിക്കാൻ കഴിയുന്നു. ശൈവ സമ്പ്രദായം തന്നെ എത്ര ഉണ്ട്? കാശ്മീര ശൈവം അതൊരു സമ്പ്രദായമാണ്, കാശ്മീര സമ്പ്രദായം. അതുപോലെ ദക്ഷിണ ഭാരത സമ്പ്രദായം, എത്ര സമ്പ്രദായമുണ്ട്. അതുതന്നെ കർണാടകയിൽ വേറൊരു സമ്പ്രദായം ശിവാദ്വൈതം, ബസവേശ്വരന്റെ സമ്പ്രദായം ശിവാദ്വൈതമാണത്. ഇങ്ങനെ പല രീതികളിൽ വൈഷ്ണവം, രാമാനുജാചാര്യരുടെ വൈഷ്ണവം, മാധ്വന്റെ വൈഷ്ണവം, അല്ലേ? വിഷ്ണു സമ്പ്രദായത്തിൽ തന്നെ അനവധി അവതാരങ്ങൾ, ഇതൊക്കെ വൈഷ്ണവ സമ്പ്രദായത്തിലാണ് വരുന്നത്. ഇങ്ങനെ പല രൂപങ്ങളിലും പല ഭാവങ്ങളിലും പരമാത്മസ്വരൂപത്തെ മനസ്സിലാക്കാനും ആരാധിക്കാനും സാധിക്കുന്നു. അതൊരു സനാതനധർമ്മത്തിന്റെ വൈപുല്യത്തിന് കാരണമായി. ഇതിൻ്റെ മഹിമയ്ക്കൊരു അടിസ്ഥാനം തന്നെ വൈവിധ്യമാണ്. അതുകൊണ്ട് തന്നെ നോക്കൂ, ക്ഷേത്രകലകളായിട്ടും ശില്പകലകളായിട്ടും അല്ലെ, വ്യത്യസ്തങ്ങളായ കലാരൂപങ്ങൾ, ഗ്രാമീണ കലാരൂപങ്ങൾ, അല്ലെ, അനുഷ്ഠാന കലാരൂപങ്ങൾ, ഇതിലൂടെയൊക്കെ ഭക്തന്മാർക്ക് ഭഗവാനെ ആരാധിക്കാനുള്ള ഒരു അവസരം ലഭിച്ചു. അതാണ് ഇതിൻ്റെ ഒരു മഹത്വം. അപ്പൊ രൂപം വന്നതുകൊണ്ടാണ് ഈ ശില്പവിദ്യകളൊക്കെ ഉണ്ടായത്. ഒരു രൂപം ഇല്ലെങ്കിലോ ക്ഷേത്രങ്ങളിൽ എന്ത് രൂപ കൊത്തുക? ഈ കൊത്തുപണികളൊക്കെ ഉണ്ടായത് എന്തുകൊണ്ടാണ്? തഞ്ചാവൂരും ചിദംബരം ഒക്കെ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഭഗവാനെ പല ഭാവങ്ങളിൽ ആരാധിക്കാൻ കഴിഞ്ഞത് കൊണ്ടല്ലേ? നടനം ചെയ്തും കൊണ്ടുള്ള നടരാജനൊക്കെ ഉണ്ടായത് കൊണ്ടല്ലേ ചിദംബരമൊക്കെ ഉണ്ടായത്? അല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മുടെ ഭക്തി സമ്പ്രദായത്തിന്റെ വൈവിധ്യം, അതിൻ്റെ പിന്നിലുള്ള ആ ഒരു ചരിത്രമൊക്കെ വായിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് ക്ഷേത്രങ്ങളിലൊക്കെ പോയി തൊഴുന്ന സമയത്ത് ഒരു അഭിമാനം ഉണ്ടാവും. ഇത്രയും മഹത്തായ ഒരു പൈതൃകത്തിലല്ലേ നമ്മൾ ജനിച്ചത്. ഇവിടുത്തെ കലകളും ഭരതനാട്യം ആയിക്കോട്ടെ, എല്ലാ കലാരൂപങ്ങളുടെ പിന്നിലും എന്തുണ്ട്? ആ ക്ഷേത്ര തന്ത്ര സമ്പ്രദായത്തിൻ്റെ ഈ ഒരു വൈവിധ്യങ്ങളുടെ ഒരു അസ്തിത്വം ഇതിനൊക്കെ പിന്നിലുണ്ട്, ഒരു അടിത്തറ ഇതിനൊക്കെ പിന്നിലുണ്ട്. അതൊക്കെയാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ മഹിമ. ഏതായാലും നമ ആത്മപ്രദീപായ സാക്ഷിണേ പരമാത്മനേ നമോ ഗിരാം വിദൂരായ. വാക്കുകൾക്ക് അതീതമായി നിൽക്കുന്നവനാണ്. വാക്കുകൾക്ക് ഭഗവാനെ പറഞ്ഞു കൊടുക്കാൻ കഴിയോ? കഴിയില്ല. വാക്കുകൾക്ക് പരിമിതിയുണ്ട്, അല്ലേ? കുമാരനാശാൻ പറയുന്നില്ലേ, ഇന്നു ഭാഷകഥ പൂർണ്ണമിങ്ങഹോ വന്നു പോം പിഴയും അർത്ഥശങ്കയാൽ. ചില കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല, പരിമിതിയുണ്ട്. അപ്പം നമുക്കറിയുന്ന കാര്യം തന്നെ ആയിക്കോട്ടെ, ഇപ്പം നല്ലൊരു കുളത്ത് പോയിട്ട് നീന്തി കുളിച്ചാൽ ഉണ്ടാവുന്ന സുഖം അതെന്താണെന്നുള്ളത് കുളത്ത് കുളിക്കാത്തവരോട് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? നമുക്ക് വാക്കുകൾക്ക് പരിമിതി ഉണ്ട് അവിടെ. നല്ല സുഖമാണെന്നൊക്കെ പറയാന്നല്ലാതെ എന്താണത് എന്ന് പറയാൻ കഴിയില്ല. അതുപോലെയാണ് ഈശ്വരൻ അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. പഞ്ചസാരയെക്കുറിച്ച് 1000 പേജ് എസ്സേ വായിച്ചിട്ട് കാര്യമുണ്ടാവും. നേരെ മറിച്ച് പഞ്ചസാര കുറച്ച് കയ്യിലാക്കി ഇങ്ങോട്ട് നാവിൻ്റെ മുകളിൽ വെച്ചാലോ, നല്ല മധുരണ്ടേ, അങ്ങനെയാ മനസ്സിലാവുക. ഇതുപോലെ വാക്കുകൾക്ക് വർണ്ണിച്ചു കൊടുക്കാൻ കഴിയില്ല ഭഗവാനെ. വാക്കുകൾക്ക് അതീതമാണ് ആ ഈശ്വരാനുഭൂതി എന്ന് പറയുന്നത്. ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ ലോകത്തിലുള്ള വസ്തുക്കളിൽ നിന്നൊക്കെ കിട്ടുന്ന ആനന്ദത്തെക്കാളൊക്കെ എത്രയോ പറയേണ്ടത് അനന്തമാണ് ഈശ്വരനെ സാക്ഷാത്കരിച്ചാൽ കിട്ടുന്ന ആ അവസ്ഥ. അത് തൈത്തിരീയോപനിഷത്തിലൊക്കെ വർണ്ണിക്കുന്നുണ്ട്. വാക്കുകൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ എന്നൊക്കെ കാണാം. ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ. ആ ആനന്ദമാണ് ബ്രഹ്മം. അത് അനുഭവിക്കുന്നവർക്ക് യാതൊരു ഭയവും ഉണ്ടാവുന്നില്ല എന്നൊക്കെ കാണാം. നിർഭയരായിട്ടിരിക്കാൻ കഴിയുന്നു. അങ്ങനെയുള്ള ഭഗവാനെ, അവിടത്തേക്ക് നമസ്കാരം. സത്വേന പ്രതിലഭ്യായ നൈഷ്കർമ്മ്യേണ വിപശ്ചിത നമ കൈവല്യനാഥായ നിർവാണ സുഖ സംവിദേ. സത്വേന പ്രതിലഭ്യായ, സത്വഗുണത്തോടു കൂടി പോയാൽ, നേരത്തെ പറഞ്ഞല്ലോ സനാതന ധർമ്മം എന്ന് പറഞ്ഞല്ലോ, സനാതനമായ ധർമ്മം അതെന്തൊക്കെയാണ്? സത്യം, ദയ, കരുണ, 30 ധർമ്മം പറഞ്ഞല്ലോ. ഇതാണ് സത്വഗുണം എന്ന് പറഞ്ഞാൽ. ഈ സത്വഗുണത്തിന്റെ മാർഗത്തിലൂടെ പോയാൽ, സത്വഗുണമുള്ളവരിലാണ് സത്യം ഉണ്ടാവുക, ദയ കൂടുതലുണ്ടാവും, അതുപോലെ കരുണ ഉണ്ടാവും അവരിൽ, അതുപോലെ തിതിക്ഷ ഉണ്ടാവും. ഇതൊക്കെ സത്വഗുണത്തിന്റെ സവിശേഷതകളാണ്. സത്യം, ദയ, തപോ, ദാനം സനാതനമായ ധർമ്മമാണ്. സത്യത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഇതാണ് സത്യം എന്ന് പറഞ്ഞിട്ട് അവസാനം എന്താ പറഞ്ഞത്? ഏഷ ധർമ്മ സനാതന. ഇതാണ് സനാതനമായ ധർമ്മം എന്നാണ്. നശിക്കാത്ത ധർമ്മം ഉണ്ടോ എന്ന് ചിലർ ചോദിക്കും. ഈ സത്യമൊന്നും നശിക്കരുത്. സത്യം നശിക്കാൻ പാടുണ്ടോ? പാടില്ല. ദയ നശിക്കാൻ പാടുണ്ടോ? പാടില്ല. എല്ലാ കാലത്തേക്കും വേണ്ടേ ദയ? വേണം. തിതിക്ഷ എല്ലാ കാലത്തും വേണം. സർവഭൂത ദയ, സർവസമഭാവന, ഇതൊക്കെ എല്ലാ കാലത്തും വേണം. 2024 ഡിസംബർ 31 വരെ സത്യം പറഞ്ഞാൽ മതി. 2025 ജനുവരി 1 മുതൽക്ക് സത്യം പറയണ്ട, അങ്ങനെയാണോ? അല്ല, എല്ലാ കാലത്തേക്കും വേണ്ടതാണ്.
അതുകൊണ്ടാണ് സനാതനം എന്ന് പറഞ്ഞത്. ഈ സനാതനമായ ധർമ്മത്തിന്റെ മഹിമ എവിടെയാണ്? സനാതനമായ ധർമ്മം സത്വഗുണമാണത്. ഈ സാത്വികമായ ഗുണം ആരാണോ സ്വീകരിക്കുന്നത് അവർക്ക് ആ മാർഗത്തിലൂടെ പോയാൽ അവസാനം നിഷ്കാമ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. കർമ്മങ്ങളെ നിഷ്കാമമായി അനുഷ്ഠിക്കാൻ സാധിക്കും. അങ്ങനെ ആ നിഷ്കാമമായി കർമ്മം ചെയ്ത് അവസാനം അവർക്ക് എവിടേക്ക് എത്താൻ കഴിയുന്നു? നിർവാണ സുഖ സംവിദേ, നിർവാണ സ്വരൂപനായ അവിടുത്തേയിലേക്ക്, മോക്ഷത്തെ പ്രദാനം ചെയ്യുന്ന, ആത്മജ്ഞാനത്തെ നൽകുന്ന അവിടുത്തേയിലേക്ക് എത്താൻ. അവിടത്തേക്ക് എത്തൊന്നും വേണ്ട, അജ്ഞാനം പോയാൽ നമ്മൾ ആരാന്ന് മനസ്സിലാവും, ആ ആത്മസ്വരൂപമാണ് എന്ന് ധരിക്കാൻ സാധിക്കും. അവിടേക്ക് എത്താൻ കഴിയുന്നു. എന്നാൽ ദുർജനങ്ങൾക്കോ അവിടുന്ന് ഘോരനാണ്. രജോ ഗുണപ്രധാനികളായ ആളുകൾക്ക് ഭഗവാൻ ഘോരനാണ്. തമോ ഗുണക്കാർക്കോ ഭഗവാൻ മൂഢനായിട്ടാണ് അവരെ കാണുന്നത്. ഭഗവാൻ അവർ മൂഢന്മാരായിട്ടാണ് കാണുന്നത്. എന്നാൽ സത്വഗുണക്കാരോ ശാന്തഭാവത്തിൽ അവിടുത്തെ കാണുന്നു. നമഃശാന്തായ ഘോരായ മൂഢായ ഗുണധർമ്മിണേ, ശാന്തനായിട്ട് ആരെ കാണുന്നു? ഭഗവാനെ കാണുന്നു. സജ്ജനങ്ങൾ, ഒരു രജോ ഗുണമുള്ളവർക്ക് ഘോരഭാവത്തിലാണ് ഭഗവാനെ കാണാൻ കഴിയുക. അതൊക്കെ അവിടെ പറഞ്ഞത്. ഇതൊക്കെ ഈ ഇവിടെ കാണാം. അധ്യാത്മരാമായണത്തിലെ ഈ സൂര്യന്റെ സ്തുതി ഉണ്ടല്ലോ, ആദിത്യ ഹൃദയം, അവിടെ കാണാം. ശാന്തായ ഘോരായ മൂഢായ കാന്തിമതാം കാന്തിരൂപായ തേ നമഃ എന്നൊക്കെ അധ്യാത്മരാമായണത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ഈ ആശയം തന്നെയാണ്. സത്വഗുണക്കാർക്ക് ശാന്തനായിട്ട് ഭഗവാനെ ദർശിക്കാൻ കഴിയുന്നു. രജോ ഗുണക്കാർക്ക് കുറച്ചൊരു ഘോരഭാവത്തിൽ ഭഗവാനെ കാണാൻ കഴിയുന്നു. ഭഗവാനെ, അവിടുത്തെയിലാണ് എല്ലാം ഇരിക്കുന്നത്, അങ്ങയിൽ നിന്നാണ് സർവവും ഉണ്ടായത്. അവിടുന്ന് വാസ്തവത്തിൽ ആരാണ്? അത്ഭുതകാരണായ, അത്ഭുത കാരണമാണ്. അവിടുത്തേക്കൊരു കാരണം വേറുണ്ടോ? ഇല്ല. ഭഗവാൻ ഒരു കാരണം ഉണ്ടെങ്കിൽ ഭഗവാൻ അയാളാവില്ലേ കാരണം? അപ്പൊ ഭഗവാൻ എല്ലാ കാര്യങ്ങൾക്കും പിന്നിലുള്ള കാരണമാണ്. അതുകൊണ്ടാണ് സർവകാരണ കാരണം എന്ന് പറഞ്ഞത്. എല്ലാ കാരണങ്ങളുടെയും പിന്നിലുള്ള കാരണം. അവിടുത്തേക്കൊരു കാരണം വേറെ ഇല്ല. ഇപ്പൊ സത്ത് എന്നാണ് ആ ഈശ്വരനെ വിളിക്കുക. സത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. ഇപ്പൊ ചെറിയ ചോദിക്കും, ഇതൊക്കെ പിന്നോട്ട് പോയാൽ ആറ്റത്തിലേക്ക് എത്തില്ലേ എന്നൊക്കെ ചോദിക്കും. ആറ്റത്തിനെയും പിന്നോട്ട് പോയാൽ ന്യൂട്രോൺ, ഇലക്ട്രോൺ, അങ്ങനെയൊക്കെയല്ലേ ഈ പ്രപഞ്ചത്തിലുള്ളത്. ആയിക്കോട്ടെ, അതൊക്കെ ഉണ്ടല്ലോ. അപ്പം ശൂന്യമായ ഒരു സ്ഥലവും ഇല്ല എന്ന് ചില ശാസ്ത്രം പറയുന്നുണ്ട്. ശൂന്യത എന്നുള്ളൊരു അവസ്ഥ ഇല്ല എന്നാണ്. ശൂന്യാകാശം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിൽ എന്തുണ്ട്? ചെറിയ ചെറിയ കണങ്ങൾ, സൂക്ഷ്മ കണങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ശൂന്യത ഇല്ല. ശൂന്യാകാശത്തിൽ പോലും എന്തുണ്ട്? സൂക്ഷ്മ കണികകളുണ്ട്. അപ്പൊ ആ കണികകൾ ഉണ്ടല്ലോ. ആ കണികകളാണ് ഇപ്പൊ നമ്മളെ ഭൂമിയായിട്ടൊക്കെ മാറിയിട്ടുണ്ടാവുക. ആയിക്കോട്ടെ, ആ കണികകൾ ഉണ്ടല്ലോ, ഉണ്ട്. ഈ കണികകൾക്ക് പിന്നിലൊരു കാരണം വേണ്ടേ? കണികകൾ ഉണ്ട് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? എന്തുണ്ട് എന്ന് പറയണമെങ്കിലും അതിന് പിന്നിൽ എന്ത് വേണം? ഒരു ഉണ്മ വേണം, വേണ്ടേ? അപ്പം മണ്ണിനെ കൊണ്ടൊരു പാത്രം ഉണ്ടാക്കി, മൺപാത്രമുണ്ട്. ഉണ്ട് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ആ മൺപാത്രത്തിന്റെ പിന്നിൽ ഒരു കാരണം, മണ്ണാകുന്നൊരു കാരണം വേണം. ആ കാരണത്തിന്റെ ഉണ്മയിലാണ് മണ്ണ് ഉള്ളതായി നിൽക്കുന്നത്. ഇതേപോലെ ഒരു കണികണ്ട്, അതാണ് എല്ലാറ്റിനും കാരണം എന്ന് പറഞ്ഞാൽ ആ കണിക ഉണ്ടല്ലോ, ഉണ്ട്. ആ കണികയ്ക്ക് കാരണമായിട്ട് എന്ത് വേണം? ഒരു ഉണ്മ വേണം. ആ ഉണ്മയിലാണ് കണിക ഇരിക്കുന്നത്. ഇതാണ് ഈശ്വരൻ. ആ സത്തയെയാണ് ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. ആ സത്ത വെറും ദ്രവ്യമാണോ അല്ലെങ്കിൽ ഒരു ജഡമാണോ? അല്ല, അത് ബോധവുമാണ്. കാരണം ബോധം ഉണ്ടെങ്കിൽ എന്തുള്ളൂ? പ്രപഞ്ചമുള്ളൂ. ബോധമില്ല. ഈ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളുടെയും, മനുഷ്യരുടെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയും ബോധം റദ്ദായി വിചാരിക്കുക. ഒരു ദിവസം ബോധങ്ങളൊക്കെ ഇങ്ങോട്ട് റദ്ദായി, പിന്നെ പ്രപഞ്ചം ഉണ്ടാവും? ഇല്ല. പിന്നെ സോഷ്യൽ സയൻസ് ഉണ്ടോ? കെമിസ്ട്രി ഉണ്ടോ? ഫിസിക്സ് ഉണ്ടോ? ഒന്നുമില്ല. ബോധം ഉള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉള്ളത്. ഹിമാലയ ഉണ്ടോ? ഗംഗ ഉണ്ടോ? കന്യാകുമാരി ഉണ്ടോ? ഒക്കെ പോയില്ലേ. ബോധത്തിലാണ് അപ്പം എന്തുള്ളത്? പ്രപഞ്ചം ഉള്ളത്. അപ്പം നമ്മുടെ കാരണമായ ബ്രഹ്മത്തിലും എന്തുണ്ട്? ആ ബോധം വർത്തിക്കുന്നുണ്ട്. ആ കാരണത്തിലെ ബോധം തന്നെയാണ് കാര്യപ്രപഞ്ചത്തിലുള്ള ബോധങ്ങളിലൊക്കെ, നമ്മളാകുന്ന ബോധങ്ങളിലൊക്കെ, നമ്മളുടെയൊക്കെ ബോധങ്ങളിൽ ആരുണ്ട്? ആ സത്യം നമ്മളിലൊക്കെ അനുസ്യൂതമായി നമ്മളിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സത്യത്തിന് എന്തെങ്കിലും കാരണം ഉണ്ടോ? ഇല്ല. നിഷ്കാരണമാണ്. അത്ഭുത കാരണമാണ്. നമോപവർഗായ പരായണായ, അപവർഗ സ്വരൂപനാണ് എന്നാ ഭഗവാനെ കുറിച്ച് പറഞ്ഞത്. അപവർഗം എന്ന് പറയുന്നത് അർത്ഥം മോക്ഷം, അപവർഗം. ഇനി ഒന്നും കൂടി വിസ്തരിച്ച് പറയുകയാണെങ്കിൽ പവർഗങ്ങൾ ഏതൊക്കെയാണ്? പവർഗങ്ങൾ പ ഭ ബ ഭ മ. ഭഗവാനെ സാക്ഷാത്കരിച്ചാൽ പവർഗങ്ങളൊക്കെ ഇല്ലാതെയാവുന്നതാണ്. അതുകൊണ്ടാണ് അപവർഗ സ്വരൂപമാണ് എന്ന് പറയാൻ കാരണം. ഓരോരോ അക്ഷരവും ഓരോരോ തത്വത്തെ സൂചിപ്പിക്കുന്നുണ്ട്. പ എന്ന് പറഞ്ഞാൽ എന്താണ്? പാപം.
ഭഗവാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാപം ഉണ്ടാവുമോ? പാപം ഉണ്ടാവില്ല, പാപം പോവും. പ ഫ ഫ എന്ന് പറഞ്ഞാൽ ഫലം. ഭഗവാൻ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രാരബ്ധ കർമ്മങ്ങളൊക്കെ അവസാനിച്ചു, കർമ്മഫലങ്ങളൊക്കെ തീർന്നു. അതാണ് ഫ. ബ ബ പറഞ്ഞാൽ ബന്ധനം, ബന്ധനങ്ങളൊക്കെ നീങ്ങി. ഭഗവാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ചിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ എന്ന് പറയുന്നില്ലേ, സംശയങ്ങളൊക്കെ തീർന്നു. അതുപോലെ ഭിദ്യതേ ഹൃദയഗ്രന്ഥി, ഹൃദയഗ്രന്ഥികളൊക്കെ പൊട്ടി, ഞാൻ എൻ്റെ എന്നുള്ള ആ ചിന്തകളൊക്കെ പോയി, എല്ലാ ബന്ധനങ്ങളും, അതോടുകൂടി ബന്ധനങ്ങളൊക്കെ പോയില്ലേ. എല്ലാം ഞാനാണ്, അല്ലെങ്കിൽ എല്ലാം എൻ്റേതാണ്, അങ്ങനെ വരുന്നു. അതാണല്ലോ എഴുത്തച്ഛൻ പറഞ്ഞത്, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി. തോന്നുകയാണെങ്കിൽ ഒക്കെ ഞാനായി തോന്നണേ, എല്ലാം എൻ്റേതായി മാറണേ. ഈശ്വരനെ അനുഭവിച്ചവർക്ക് എല്ലാം ആരാണ്? ഈശ്വരമയമാണ്. അപ്പൊ ബന്ധനങ്ങളൊക്കെ പോകുന്നു എന്നർത്ഥം. അതാണ് ബ. ഭ ഭയം, ഭയം പോയി. ഭഗവാൻ അനുഭവിച്ചാൽ ഭയമില്ല, പിന്നെ എല്ലാം ഭഗവാനാണ് അറിഞ്ഞവർക്ക് എന്ത് ഭയം ഉണ്ടാവാനാണ്? മരണത്തെ പോലും അവർ ഭയക്കുന്നില്ല. മരണം, മരണവും അവർക്ക് പോയി. മരണം എന്തിനേയുള്ളൂ? ശരീരത്തിന് മാത്രമേ ഉള്ളൂ എന്ന് അറിയുന്നു, അത് മനസ്സിലാക്കുന്നു, അനുഭവിക്കുന്നു. അവരെ സംബന്ധിച്ച് എന്തില്ല? മരണഭയമില്ല. എന്ന് വേണ്ട, മരണഭയമൊക്കെ അവിടെ നിൽക്കട്ടെ. ലേശം ഭാഗവത സപ്താഹമൊക്കെ ആയിട്ട് കേട്ടു വിചാരിക്കുക, കുറച്ച് സത്സംഗങ്ങളിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെയൊക്കെ തലമുടിക്കൊന്ന് നരച്ചു വിചാരിക്കുക. ചിലർക്കൊക്കെ വലിയ വിഷമാവും. സപ്താഹമൊന്നും കേൾക്കാത്ത ആൾക്കാരെ വിചാരിക്കുക വല്ലാത്ത സങ്കടമാവും. അയ്യോ എൻ്റെ തലമുടി നരച്ചു പോയോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് ചായം തേച്ച് കറപ്പിക്കാനൊക്കെ നോക്കും. എന്നാൽ സപ്താഹമൊക്കെ കുറച്ച് കേട്ടാലോ, ഇതൊക്കെ ഇങ്ങനെ വരേണ്ടതാണ്, വരും, സ്വാഭാവികമായിട്ട് വരും, ഒക്കെ വന്നോട്ടെ എന്ന് വിചാരിക്കുകയുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ പ്രായമാവും, കുറച്ച് കഴിഞ്ഞാൽ ഈ ലോകം വിട്ടുപോകും. മരണത്തിൽ പേടി ഉണ്ടെങ്കിൽ പോലും ഇത് കേൾക്കാത്തവർക്കുള്ള അത്ര പേടി ആർക്കുണ്ടാവില്ല? ഭാഗവതം കേൾക്കുന്നവർക്ക് ഉണ്ടാവില്ല. ലോകത്തിലുണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നു? ഉൾക്കൊള്ളുന്നു. ഒക്കെ സ്വാഭാവികമാണ് എന്ന ആ ഒരു ബോധ്യം സപ്താഹ ശ്രവണം കൊണ്ടുണ്ടാവുന്നു. മരണഭയവും ഉണ്ടാവില്ല. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ, കുറെ അങ്ങോട്ട് ഉറച്ചു കഴിഞ്ഞാൽ മരണഭയവും ഉണ്ടാവില്ല. അതാണ് മോക്ഷം. അപവർഗായ, ആ അപവർഗത്തെ പ്രദാനം ചെയ്യുന്നവനാണ് അവിടുന്ന്. അങ്ങനെയുള്ള ഭഗവാനെ മാതൃക്പ്രപന്ന പശുപാശ വിമോക്ഷണായ മുക്തായ ഭൂരി കരുണായ നമോലയായ. എന്നെപ്പോലുള്ള ഒരു ഗജേന്ദ്രൻ പറയാണല്ലോ, ആശ്രയിക്കുന്നവരുടെ എല്ലാ പാശങ്ങളെയും പശുപാശ വിമോക്ഷണായ, പശുപാശങ്ങളെയൊക്കെ മോചിപ്പിക്കുന്നവനാണ്. പശു വെച്ചാൽ ആരാണ്? നമ്മൾ ഓരോരുത്തരും ജീവാത്മാക്കളാണ് പശുക്കള്, പാശബദ്ധന്മാര്. അതുകൊണ്ടാണ് പശുക്കൾ എന്ന് പറയാൻ കാരണം. പാശം കൊണ്ട് ബദ്ധരായവരാണ്. ഏതാണ് ഈ പാശം? ശങ്കരാചാര്യര് പറയുന്നുണ്ട്, ആശാനാമ മനുഷ്യാണാം കാചിത് ആശ്ചര്യ ശൃംഖല എന്ന് പറയും. ആശ എന്ന് പേരായ ഒരു പാശം കൊണ്ട് നമ്മളെയൊക്കെ കെട്ടിയിട്ടുണ്ട്. ആ കെട്ടിയ നമ്മളാണ് ആര്? പശുക്കള്. നമ്മൾ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാലോ, ഈ അത്യാഗ്രഹം, അത്യാസക്തി, ഈ ആശ അത്യാസക്തിയാണ്. ആ അത്യാസക്തികളൊക്കെ നീങ്ങി, ഞാൻ എൻ്റെ എന്നുള്ള ആ വിചാരങ്ങളൊക്കെ കുറേ നീങ്ങി, കുറച്ച് കഴിഞ്ഞാലോ ഭക്തിയിലൂടെ പോയാൽ ഒരു പ്രായമായിട്ട് കഴിഞ്ഞാൽ പൂർണ്ണ സന്യാസത്തിലേക്ക്, വൈരാഗ്യത്തിലേക്ക് എത്തും, സ്വാഭാവികമായിട്ടെത്തും. അല്ലേ? മുടി കൊഴിഞ്ഞു പോവുമല്ലോ കുറച്ച് കഴിഞ്ഞാൽ. സാധാരണ അങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ എന്താവും? വേദന ഉണ്ടാവും. കുറേ ആണ്ട് കഴിഞ്ഞാലോ, കഷണ്ടിക്കാരനായാലോ, കഷണ്ടിക്കാരൻ്റെ മുടി കൊഴിയുക എന്ന് പറയും രാമകൃഷ്ണ പരമഹംസർ. കഷണ്ടിക്കാരനായ മുടി കൊഴിയുമ്പോൾ അയാൾക്കൊരു വേദനയൊന്നും ഉണ്ടാവില്ല, സ്വാഭാവികമായിട്ട് കൊഴിഞ്ഞു പോവും. അതേപോലെ ഭഗവാനെ കുറേ ഉപാസിച്ചു കഴിഞ്ഞാൽ, ഭക്തിമാർഗത്തിലൂടെ പോയാൽ, ഒരു പ്രായം കഴിഞ്ഞാൽ സ്വാഭാവികമായി എന്ത് വരും? വൈരാഗ്യം, വിരക്തി വരും. ആ വിരക്തിയും ജ്ഞാനവും കൂടി ചേർന്ന് വന്നാലോ, രണ്ടും ഭക്തിയും ജ്ഞാനവും വിരക്തിയും മൂന്നും കൂടി അങ്ങോട്ട് ഉണ്ടായി കഴിഞ്ഞാലോ, നമ്മളിലുള്ള ഈ അത്യാഗ്രഹം, പാശം, പശു എന്നുള്ള ഭാവം പോവും. പശുഭാവം പോയി നമ്മൾ ആരായി മാറുന്നു? പാശമുക്തന്മാരാവുന്നു, കയറിൽ നിന്ന് മുക്തരായി തീരുന്നു. അപ്പൊ നമ്മൾ ആരായി? പശുപതി ആയി. അതാണ് പശുപതി എന്ന് പറഞ്ഞ അർത്ഥം. പശുക്കൾ ആരാ? നമ്മൾ ഓരോരുത്തരും. നമ്മളാകുന്ന ജീവാത്മാക്കളാണ് പശുക്കൾ. ഈ പശുക്കൾക്ക് സത്യത്തെ മനസ്സിലാക്കി കൊടുക്കുന്ന തത്വം ആരാണ്? പശുപതി, മഹാദേവൻ. ശിവൻ എന്നും പറയാം, മഹാവിഷ്ണു എന്നും പറയാം, ഏത് പേര് പറയാനും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ആരാണ്? ശിവനെയാണ് പറയാറുള്ളത്. സാധാരണ നാരായണനും ആരാണ്? ഈ അർത്ഥത്തെ ചിന്തിക്കുകയാണെങ്കിൽ പശുപതിനിയാ നാരായണനും. നമ്മുടെ ജീവഭാവത്തെ, നരഭാവത്തെ നീക്കി നമ്മളെ ഓരോരുത്തരെയും ആരാക്കി തരുന്നു? നാരായണനിലേക്ക് ഉയർത്തുന്നു. നാരായണ ജപം കൊണ്ടും നാരായണ ഭക്തി കൊണ്ടും നമുക്ക് നാരായണനിലേക്ക് എത്താൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനെ, മുക്തനായിരിക്കുന്ന ഭഗവാനെ,
അവിടുത്തേക്ക് ഇതാ നമസ്കാരം. ഏകാന്തിനോ യസ്യ ന കഞ്ചനാർത്ഥം വാഞ്ചന്തിയേ വൈ ഭഗവൽ പ്രപന്ന അത്യത്ഭുതം തച്ചരിതം സുമംഗളം ഗായന്ത ആനന്ദ സമുദ്രമഗ്ന. ഏകാന്ത ഭക്തന്മാര്, ഏകാന്തികൾ എന്നാ പറയുക, ഏകാന്തികളായ ആ വൈഷ്ണവ ഭക്തന്മാര് മറ്റൊന്നും ചിന്തിക്കുന്നില്ല. അവിടുത്തെ കഥകൾ പറഞ്ഞിട്ടും കേൾപ്പിച്ചിട്ടും കേട്ടിട്ടും അല്ലേ, സ്മരന്ത സ്മാരയന്തശ്ച, സ്മരിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് സ്മരിപ്പിക്കുകയും. ഭഗവത്ഗീതയിലുള്ള 4-ാം അധ്യായത്തിലും പറയുന്നുണ്ട് ഇതേ വിഷയം തന്നെ. എൻ്റെ കഥകൾ കേൾക്കുക, കേൾപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് ആ ചരിത്രത്തിലൂടെ ഭഗവാന്റെ മഹിമകളെ മനസ്സിലാക്കി ഭക്താനുഗ്രഹ കഥകളൊക്കെ കേട്ട് അവരുടെ മനസ്സ് ആ ഭഗവാനാകുന്ന ആ ആനന്ദത്തിൽ ആ ആനന്ദത്തിൽ അങ്ങനെ ആറാടുന്നു. ആ ആനന്ദ സമുദ്രത്തിൽ മഗ്നരാവാൻ കഴിയുന്നു. അങ്ങനെയുള്ള ഭഗവാനെ അവിടുത്തേക്ക് ഇതാ നമസ്കാരം. അവിടുന്ന് ആരാണ്? എല്ലാറ്റിനും ആധാരമായി നിൽക്കുന്ന തത്വമാണ്. സർവാഗമാംനായ മഹാർണവായ നമോപവർഗായ പരായണായ. സർവാഗമങ്ങളിലൂടെയും ആരിലേക്ക് എത്താൻ കഴിയുക? അങ്ങയിലേക്ക് തന്നെയാണ്. ആഗമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗമത്തിൻ്റെ ഒരു സമ്പ്രദായം തന്നെ ഉണ്ട്. വൈഖാനസ സമ്പ്രദായം, പഞ്ചരാത്ര സമ്പ്രദായം, ധാരാളം സമ്പ്രദായങ്ങളുണ്ട്. പഞ്ചരാത്ര സമ്പ്രദായം, നാരദ പഞ്ചരാത്രം, അതുപോലെ ശാണ്ഡില്യ പഞ്ചരാത്രം, ശാണ്ഡില്യന്റെ തത്വം, ഇതൊക്കെ ഈ വൈഷ്ണവ ആഗമങ്ങളാണ്. ശൈവാഗമങ്ങളുണ്ട്, വൈഷ്ണവാഗമങ്ങളുണ്ട്, ശാക്തേയാഗമങ്ങളുണ്ട്. ആഗമമാർഗങ്ങളിലൂടെ നമുക്ക് ധ്യാനം, യോഗ, ഇതൊക്കെ ആഗമങ്ങളിലാണ് വരുന്നത്. അതിലൂടെയും ഭഗവാനിലേക്ക് എത്താൻ കഴിയും. വേദമാർഗത്തിലൂടെയും ഭഗവാനിലേക്ക് എത്താൻ സാധിക്കും. പക്ഷെ എല്ലാവർക്കും പറ്റുന്ന വഴിയാണ് ആഗമങ്ങൾ. അവിടെ സ്ത്രീ പുരുഷ ജാതി ഭേദങ്ങളൊന്നും ഇതിലില്ല, ആഗമങ്ങളിലില്ല, വേദത്തിലും ഇല്ല. എന്നാലും കൂടുതൽ ജനകീയമായത് എന്താണ്? ആഗമ പദ്ധതികളാണ്. വൈഷ്ണവാഗമങ്ങളുണ്ട്, അതുപോലെ ശാക്തേയാഗമങ്ങളുണ്ട്. വൈഷ്ണവങ്ങളിൽ തന്നെ ഇപ്പൊ ഭക്തി ആഗമം, ഭക്തി ഒരർത്ഥത്തിൽ പറയുന്നത് നാരദ ഭക്തി സൂത്രം എന്താണ്? ഒരാഗമം തന്നെയാണ്. നാരദ ഭക്തി സൂത്രം, ശാണ്ഡില്യ ഭക്തി സൂത്രം, ഇതൊക്കെ ആഗമം തന്നെയാണ്. ജയാഖ്യ സംഹിത വളരെ പ്രാചീനമായൊരു ഗ്രന്ഥമാണ് ജയാഖ്യ സംഹിത. വൈഷ്ണവ ആഗമങ്ങളിൽ പെട്ടതാണ് ജയാഖ്യ സംഹിത. ഇതൊക്കെ അടിസ്ഥാനമാക്കി പ്രവർത്തിച്ചും കൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളും സമ്പ്രദായങ്ങളൊക്കെ ഭാരതത്തിന്റെ പല സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പൊ തിരുപ്പതിയിലൊക്കെ ചില വൈഖാനസം എന്നുള്ള ആ പദ്ധതിയിലാണ് തിരുപ്പതിയൊക്കെ പോകുന്നത്. ഞാൻ മനസ്സിലാക്കിയത്. അല്ലാന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. വൈഖാനസ സമ്പ്രദായത്തിലാണ് തിരുപ്പതിയിലൊക്കെ ഈ ക്ഷേത്ര പൂജാ സമ്പ്രദായങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. രാമാനുജാചാര്യരുടെ സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായമൊക്കെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. ഇങ്ങനെയുള്ള ആഗമങ്ങളിലൂടെയും അതുപോലെ ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങളിലൂടെയൊക്കെ ആരാധിക്കപ്പെടുന്നത് ആരാണ്? അങ്ങ് തന്നെയാണ്. അങ്ങനെയുള്ള ഭഗവാനെ അവിടുത്തേക്ക് നമസ്കാരം. തമക്ഷരം ബ്രഹ്മപരം പരേശം അവ്യക്തമാധ്യാത്മികയോഗഗമ്യം അതീന്ദ്രിയം സൂക്ഷ്മമിവാതിദൂരമനന്തമാദ്യം പരിപൂർണമീടേ. തം അക്ഷരം, അങ്ങനെയുള്ള അക്ഷരം, നശിക്കാത്തവനായ ബ്രഹ്മം എന്ന് പറയുന്നത് ബൃഹത്വാദ് ബ്രഹ്മ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് ഇത്രയാ വലുപ്പം എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ബ്രഹ്മമാണ്. അവ്യക്തം, വ്യക്തമായി പറയാൻ കഴിയില്ല. എന്ന രൂപത്തിലാണ്, എന്ന പേരിലാണ്, എന്ന ആകൃതിയാണ്, എന്ന ജാതിയാണ്, എന്ന വർഗമാണ്, സ്ത്രീയാണ്, അങ്ങനെ ഒന്നും പറയാൻ കഴിയുമോ ഭഗവാനെ കുറിച്ച്? ഇല്ല, പറയാൻ സാധിക്കില്ല. ഭഗവാൻ സ്ത്രീയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ന സ്ത്രീ ന ഷണ്ടോ ന പുമാൻ ന ജന്തു. ഭഗവാൻ സ്ത്രീയല്ല, പുരുഷനല്ല. ന സ്ത്രീകളിലും ഭഗവാനുണ്ട്, പുരുഷന്മാരിലും ഭഗവാനുണ്ട്. അല്ലേ? കല്ല് ഈശ്വരനാന്ന് പറഞ്ഞാൽ ശരിയാണ്. ഈശ്വരൻ കല്ലാണെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. കല്ല് ഈശ്വരനാന്ന് പറഞ്ഞാൽ ശരിയാ. കല്ലിൽ ആരുണ്ട്? കല്ലിൽ ഈശ്വരനുണ്ട്. പക്ഷെ ഈശ്വരൻ കല്ലാണെന്ന് പറഞ്ഞാലോ അത് ശരിയല്ല. ഈശ്വരൻ സ്ത്രീയാണെന്ന് പറയരുത്. സ്ത്രീ ആരാ? ഈശ്വരനാണ്. സ്ത്രീകളിൽ ഈശ്വരനുണ്ട്. ഈശ്വരൻ പുരുഷനാന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. പുരുഷൻ ഈശ്വരനാണ്. പുരുഷന്മാരിലും ആരുണ്ട്? ഈശ്വരനുണ്ട്. ഈശ്വരൻ പുരുഷനാണെന്ന് പറയരുത്. പുരുഷന്മാരിൽ മാത്രമല്ല, സ്ത്രീകളിലും ഉണ്ട്, നപുംസകങ്ങളിലും ഉണ്ട്. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് ആയതുകൊണ്ട് പ്രത്യേകിച്ച് പേരോ രൂപമോ ജാതിയോ ലിംഗമോ ഗുണമോ കറുപ്പ് വെളുപ്പ് തുടങ്ങിയ ഗുണമോ ഒന്നുമില്ലാത്തത് കൊണ്ട് അവ്യക്തമാണ്. ആധ്യാത്മിക യോഗഗമ്യം, ഭക്തി, ജ്ഞാനം, കർമ്മം, അഷ്ടാംഗയോഗം, ഈ മാർഗങ്ങളിലൂടെയൊക്കെ പോയാൽ ആധ്യാത്മിക യോഗമാർഗങ്ങളിലൂടെയൊക്കെ പോയാൽ അനുഭവിക്കാൻ സാധിക്കുന്നവനാണ്. കഠോപനിഷത്തിൽ പറയുന്നില്ലേ, അധ്യാത്മയോഗാധിഗമേന. അധ്യാത്മയോഗം ശ്രവണം മനനം നിതിധ്യാസനം എന്നൊക്കെ പറയും. അതാണ് ജ്ഞാനമാർഗം.
ജ്ഞാനമാർഗത്തിലൂടെയും പോവാം. ഭക്തിയോഗത്തിലൂടെ പോയാലോ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അങ്ങനെ പോയാൽ അവസാനം നിധിധ്യാസനത്തിലേക്ക് എത്താൻ കഴിയും. ഭക്തിയുടെ അവസാന ഘട്ടമായിട്ട് പറയുന്നുണ്ടല്ലോ സർവസമർപ്പണം, ആത്മസമർപ്പണം എന്ന് പറയുന്നില്ലേ, അതെന്താണ്? നിധിധ്യാസനം തന്നെയാണ്. അങ്ങനെ ഭക്തിയോഗം, കർമ്മയോഗം, ഈ വഴികളിലൂടെയൊക്കെ ആ സത്യത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനെ അതീന്ദ്രിയം, ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണ്. ഇന്ദ്രിയങ്ങൾക്ക് പോലും പ്രവർത്തിക്കാൻ സാധിക്കുന്നത് അവിടുന്ന് ഉണ്ടായിട്ടാണ്. സൂക്ഷ്മമാണ്. എന്നാ അജ്ഞന്മാർക്കോ വിവരമില്ലാത്തവർക്കോ വളരെ ദൂരെയാണ്. ഈ ഉപനിഷത്തിന്റെ മാർഗത്തിൽ, ഈ വേദാന്തത്തിന്റെ ഭാഗവതത്തിന്റെ മാർഗത്തിൽ പോകുന്നവർക്കോ ഭഗവാൻ എത്രയോ അടുത്താണ്. അങ്ങനെയുള്ള ഭഗവാനെ അനന്തം ആദ്യമാണ്, അവസാനമില്ലാത്തവനാണ്, പരിപൂർണമാണ്. പരിപൂർണമായിരിക്കുന്ന അങ്ങയെ നമസ്കരിക്കുന്നു, വന്ദിക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേമായിട്ട് സ്തുതിച്ചു. ജിജീവിഷേനാഹമിഹാമുയാകിം, എനിക്ക് ഈ മുതലയുടെ കടിയിൽ നിന്ന് മോചിക്കണം എന്നല്ല ആഗ്രഹം ഭഗവാനെ. ഈ ആനയായിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഈ അവസ്ഥയിൽ തന്നെ മുക്തനാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആനയുടെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഇതിൽ തന്നെ മോചിക്കണം. ആനയ്ക്ക് എന്താ കുഴപ്പം? ആനയ്ക്ക് നല്ല ശക്തിയുണ്ട്, പക്ഷേ ആനയുടെ ശക്തി അറിയില്ല. ഇവിടെ അടുത്തല്ലേ കോടനാട്, അവിടെ അല്ലേ ആന പരിശീലന കേന്ദ്രം. അവിടെ പോയാൽ കുറെ ആനേനെ കാണാം. ആനകൾക്ക് ലേശ ശക്തി ഉണ്ടെങ്കിൽ ഇങ്ങനെ പരിശീലന കേന്ദ്രങ്ങളിലൊക്കെ എത്തിപ്പെടില്ല. കാരണം ആനയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ഊതിയാൽ മതി, നമ്മൾ പറന്നു പോകും. ആന ശരിക്കും ഒന്ന് ഊതിയാൽ മതി, പക്ഷെ അതിന്റെ ശക്തി അറിയില്ല. തന്നെയാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ ഈശ്വര സ്വരൂപികളാന്നുള്ള കാര്യം നമ്മൾ മറക്കുകയാണ്. അജ്ഞാനത്താൽ ബാധിക്കപ്പെട്ട് നമ്മൾ ഈശ്വര സ്വരൂപികളാണ് എന്ന് മറന്നു പോവുകയാണ്. ഇതാണ് ആനയുടെ അവസ്ഥ. ഈ അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ആര് കടിക്കുക? മുതല വന്ന് കടിക്കുക. നമ്മൾ ഈ ശരീരമാണ് എന്ന് വിചാരിച്ച് ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്ന അമ്രേഡിതം കലർന്നീടും ദശാന്തരേ, ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മുതല വന്ന് കടിക്കുക. ഈ അഭിമാനമൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ്? ദേഹത്തിന്റെ അടിസ്ഥാനത്തിലായി ഈ അഭിമാനങ്ങളൊക്കെ പൊങ്ങി വരുന്നത്. അതൊക്കെ പോയാലോ, ഈശ്വരനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലോ, പിന്നെ മുതലയുടെ കടി ഉണ്ടാവില്ല. മുതലയുടെ കടിയിൽ നിന്നൊക്കെ മോചിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ആനയായിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ ഭഗവാനെ. ഇങ്ങനെ പറഞ്ഞിട്ട് കേമായിട്ട് അങ്ങോട്ട് സ്തുതിച്ചു. അപ്പൊ ഈ സ്തുതിയൊക്കെ കേട്ട സമയത്ത് ബ്രഹ്മാദി ദേവന്മാർക്ക് സംശയമായി. അവരൊന്നും പോകണ്ടെന്ന് വിചാരിച്ചു. ബ്രഹ്മാവ് ചോദിച്ചു, ആരാ അവിടുന്ന് സ്തുതിക്കുന്നത്? അതൊരു ആനയുടെ സ്തുതിയാണ്. ആ ആന വെള്ളത്തിൽ കിടക്കുക. അപ്പം ബ്രഹ്മാവ് ചോദിച്ചു, എൻ്റെ പേരെങ്ങാനും പറയുന്നുണ്ടോ? നാൽമുഖന്നോ സരസ്വതി വല്ലഭന്നോ എന്തെങ്കിലും പറയുന്നുണ്ടോ? പറയുന്നില്ല. ഞാൻ പോകുന്നില്ല. ശിവൻ ചോദിച്ചു, ആരാ അവിടെ സ്തുതിക്കുന്നത്? അതൊരാന സ്തുതിക്കുക. ആന നീലകണ്ഠന്നോ മൃത്യുഞ്ജയനോ ഉമാകാന്തെന്നോ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. ഞാനും പോകുന്നില്ല. അങ്ങനെ ബ്രഹ്മാദയോ വിവിധ ലിംഗപിതാഭിമാന, ബ്രഹ്മാദി ദേവന്മാർക്കൊക്കെ ഓരോരോ അഭിമാനങ്ങളുണ്ടായി. അവരാരും പോയില്ല എന്നാണ്. ആരും പോവാതെ ആയ സമയത്ത് എന്താ ഉണ്ടായത്? നൈതേയതോപസസ്രപുർനിഖിലാത്മകത്വാൽ തത്രാഖിലാമരമയോ ഹരിരാവിരാസീൽ, എല്ലാ ദേവന്മാർക്കും അടിസ്ഥാനമായി നിൽക്കുന്ന, ആധാരമായി നിൽക്കുന്ന ആ ശ്രീഹരി ഭഗവാൻ ഗരുഡന്റെ പുറത്ത് കയറി അവിടേക്ക് എങ്ങനെ വന്നു എന്ന് പറയാണ്. ഹരിരാവിരാസീൽ, പെട്ടെന്ന് ഭഗവാൻ അവിടേക്ക് എങ്ങനെ വന്നു. ഈ ആനങ്ങട് മുങ്ങാൻ പോവുകയാണ്. ആന പറയാണ്, ഇനി വയ്യഞ്ഞുടയോനെ, ഇനി ഒന്നും വയ്യ ഭഗവാനെ, അവസാനിച്ചു, ഒന്നും വയ്യ, എൻ്റെ എല്ലാം കഴിഞ്ഞു. ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ അങ്ങേക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. മനസ്സിനെയാണ് സമർപ്പിക്കുന്നത്. താമരപ്പൂവ് സമർപ്പിക്കുക എന്ന് പറയുന്ന അർത്ഥം സമർപ്പി ഏകം ചേതസ്സരസിജി എന്നാണ്. മനസ്സാകുന്ന താമരയെയാണ് ഭഗവാന് സമർപ്പിക്കുന്നത്. ശിവാനന്ദലഹരി പറയുന്നില്ലേ, എനിക്കിതേ വഹിക്കൂ, ശരീരം കൊണ്ടൊന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയായി ഭഗവാനെ, ഒന്നും വയ്യ എന്ന് പറഞ്ഞിട്ട് മുങ്ങാണേ എന്നിങ്ങനെ പറഞ്ഞും കൊണ്ടിരിക്കുമ്പോഴാണ് ആ ഭഗവാൻ അവിടെ എങ്ങനെ വന്നു എന്നുള്ള കാര്യം ആനയ്ക്ക് മനസ്സിലായത്. ഭഗവാൻ ഗരുഡനെയൊക്കെ മാറ്റി നിർത്തി അവിടുന്ന് അങ്ങോട്ട് ചാടി ആ അന്തരീക്ഷത്തിൽ അങ്ങനെ നിന്നു. ആ ബാലൻസ് ചെയ്തും കൊണ്ട് ഭഗവാൻ അതൊക്കെ വഹിക്കുമല്ലോ. ഭഗവാൻ അവിടെ അങ്ങനെ നിന്നു. ആനയ്ക്ക് ബോധ്യായി ഭഗവാൻ വന്നു എന്നുള്ള കാര്യം. വേഗം ഒരു താമരപ്പൂ ഇങ്ങോട്ട് എടുത്തു. സോംബസരസ്യുരുബലേന ഗൃഹീതാർത്തോ ദൃഷ്ട്വാഗരുന്മതിഹരിം ഉപാത്തചക്രം ഉൽക്ഷിപ്യ സാംബുജകരം ഗിരമാഹകൃച്ഛ്രാൽ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ആടെ അർച്ചിക്കുകയാണ്. ആ അർച്ചന ഭഗവാന്റെ പാദങ്ങളിൽ കൃത്യമായിട്ട് അങ്ങോട്ട് വന്ന് വീണു. ഭഗവാൻ പറയുന്നുണ്ട്, എനിക്ക് ഒരു പൂവേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്.
പത്രം പുഷ്പം ഫലം തോയം. ഒരില മാത്രമേ ഭഗവാന് കിട്ടിയിട്ടുള്ളൂ. ആര് കൊടുത്ത ഇലയാണ്? പാഞ്ചാലി കൊടുത്ത ഇല. പത്രം പുഷ്പം, ഗജേന്ദ്രൻ അർച്ചിച്ച ആ ഒരു പുഷ്പം. ധാരാളം പുഷ്പാഞ്ജലികളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വായിച്ചു നോക്കിയിട്ട് ആ പുഷ്പാഞ്ജലിയൊക്കെ നടത്തുക. 4:30 5:30 കേശവായ നമ, നാരായണായ നമ, വിഷ്ണവേ നമ. അത്രയും ശ്രദ്ധ ഉള്ളൂ. ലക്ഷാർച്ചനയൊക്കെ ഉണ്ടെങ്കിലും വലിയ ശ്രദ്ധയൊന്നുമില്ല. എന്നാൽ ഗജേന്ദ്രൻ അങ്ങനെയല്ല, മനസ്സിൽ ഭഗവാൻ ഉറപ്പിച്ചും കൊണ്ടാ ആ അർച്ചന നടത്തിയത്. അത് ഭഗവാന്റെ പാദങ്ങളിൽ കൃത്യമായിട്ട് അങ്ങോട്ട് വന്ന് വീണു. പുഷ്പം ഫലം, ശബരി കൊടുത്തതായ ഫലം. ചില രാമായണ പാഠങ്ങളിൽ കടിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. നല്ലതാണോ എന്ന് നോക്കാൻ വേണ്ടി കടിച്ചു കൊടുത്തു എന്ന് ചില രാമായണ പാഠങ്ങളിൽ പറയുന്നുണ്ട്. അതുപോലും ഭഗവാൻ സ്വീകരിച്ചു. ശബരസ്ത്രീയായ ഒരു കാട്ടാള സ്ത്രീയാ ശബരി. ആ ശബരി കടിച്ചു കൊടുത്ത ഫലം പോലും ഭഗവാൻ സ്വീകരിച്ചു. നീ കടിച്ചു കൊടുത്തില്ലെങ്കിലും കൊടുത്തുവല്ലോ. അത് രാമായണത്തിലൊക്കെ പറയുന്നുണ്ട്, അധ്യാത്മരാമായണത്തിൽ പറയുന്നുണ്ട്. ശബരസ്ത്രീയായ ഹീനജാതിയാണ് എന്നൊക്കെ തന്നെ അധ്യാത്മരാമായണത്തിൽ പറയുന്നുണ്ട്. സംസ്കൃതത്തിലുമുണ്ട്, മലയാള വിവർത്തനത്തിലുമുണ്ട്. അവർ കൊടുത്ത ആ ഫലം പോലും ഭഗവാൻ താല്പര്യത്തോടുകൂടി സ്വീകരിച്ചു. ആ ശബരിയുടെ ഫലം, രന്തിദേവന്റെ ജലം, തോയം, ഇതൊക്കെ ഭഗവാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആ പുഷ്പം ഭഗവാൻ സ്വീകരിച്ചു. ഭഗവാനോ ആ തുമ്പിക്കൈ അങ്ങോട്ട് എടുത്തുയർത്തി കുറേ മുകളിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയ സമയത്ത് താഴെ ഒരു മുതല കടിച്ചു കിടക്കുന്നുണ്ട്. ചക്രം കൊണ്ട് അങ്ങോട്ട് എറിഞ്ഞു കൊന്നു. ചക്രം ചക്രേണ കൊന്ന കരിവരനഥ സാരൂപ്യമേകി മുകുന്ദൻ. തന്നെ ചക്രം കൊണ്ട് ആ മുതലയുടെ കഴുത്തങ്ങോട്ട് എറിഞ്ഞു മുറിച്ചു. ഉടലും തലയും വേറെയായി. പക്ഷെ ഈ മുതല ആരായിരുന്നു? മുതല ഒരു ഗന്ധർവനായിരുന്നു. ഹൂഹു എന്ന് പേരായ ഒരു ഗന്ധർവനായിരുന്നു. അദ്ദേഹം ദേവല മഹർഷി ശപിച്ചു ഇദ്ദേഹത്തിനെ. എന്താ കാരണം വെച്ചാൽ ദേവല മഹർഷി തപസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു വെള്ളത്തിൽ ഒരു ദിവസം അവിടെ ഒരു സ്നാനഘട്ടുണ്ട്. അവിടെ വന്ന് കുളിക്കാനായിട്ടൊക്കെ വന്ന സമയത്ത് ഈ ഹൂഹു എന്ത് ചെയ്തു? വെള്ളത്തിനുള്ളിലൂടെ ഊളിയിട്ട് ഇങ്ങനെ പോയിട്ട് മഹർഷിയുടെ കാലിങ്ങനെ പിടിച്ചു വലിച്ചു. ഊളിയിടുക എന്നല്ലേ അവിടെ പറയുക, മുങ്ങാങ്കുഴി ഇടുക എന്നൊക്കെ ചിലയ്ക്ക് പറയും. അങ്ങനെ കാലിങ്ങനെ പിടിച്ചു വലിച്ചു. അപ്പം അദ്ദേഹം ശപിച്ചു. സാധാരണ അങ്ങനെയൊക്കെ മുതലയൊക്കെയാ ചെയ്യുക. നീ ഒരു മുതലയാവട്ടെ എന്നങ്ങോട്ട് ശപിച്ചു. അതോടുകൂടി ഇയാൾ മുതലയായി. മുതലയാവാൻ വലിയ പ്രയാസമൊന്നുമില്ല. കയ്യും കാലും ഒക്കെ കൂട്ടി ഒട്ടിയാൽ മുതലയല്ലേ. മുതലയാവാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഭക്തന്റെ കാല് പിടിച്ചാൽ മോക്ഷം കിട്ടും എന്ന് പറഞ്ഞു. ഭക്തന്റെ കാല് പിടിക്കാൻ മുതലയ്ക്ക് പിടിക്കാൻ വയ്യല്ലോ. മുതലയ്ക്ക് എന്തേ വയ്ക്കൂ? കടിക്കാനേ വയ്ക്കൂ. അതുകൊണ്ട് ഭക്തന്റെ കാല് പിടിച്ചാലും മതി എന്നാണ്. ഭക്തന്റെ കാല് പിടിച്ച ആൾക്ക് ആദ്യം മുക്തി കിട്ടിയത്. പറയുന്നില്ലേ, നമുക്കിപ്പോൾ ഷോക്ക് അടിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വന്ന ഏതെങ്കിലും ലൈനിന്റെ മുകളിൽ കൈ കൊണ്ടുവച്ചാൽ പോരെ? ഇടുക്കി പോയി കൊണ്ടുപോയി വെക്കൊന്നും വേണ്ടല്ലോ. ഇടുക്കിയിലുള്ള പവർ ഹൗസ് കൊണ്ടുപോയിട്ട് കൈ വെച്ചാലേ ഷോക്ക് അടിക്കുള്ളൂ എന്നുണ്ടാവും. അവിടുന്ന് ഇങ്ങനെ തൊട്ട് വന്ന ഏതെങ്കിലും ഒരു കമ്പിക്കാലിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വയറിന്റെ മുകളിൽ ഒരു കൈ, അവിടെ ഒരു ലീക്ക് ഉള്ളതിക്ക് കൊണ്ടുപോയി കൈ വെച്ചാൽ എന്തുണ്ടാവും? ഷോക്ക് അടിക്കും. ഷോക്ക് കിട്ടണേ കിട്ടും. കാരണം എന്താണ്? അത് ആ പവർ ഹൗസിനോട് ചേർന്ന് നിൽക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഭഗവാന്റെ ഏതെങ്കിലും ഒരു ഭക്തനോട് ചേർന്നാലും മതി. അവർക്ക് തന്നെ മോക്ഷത്തിൽ അങ്ങനെ അവരുടെ കൂടെ നിന്നാൽ തന്നെ മുക്തിയിലേക്ക് എത്താൻ സാധിക്കുന്നു കാണിക്കുകയാണ് ഇവിടെ. പറയുന്നില്ലേ ഒരു കവി, ഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്യസ്യ ഭൃത്യ ഇതി മാം കുരു ദീനനാഥ. അയ്യോ ഭഗവാനെ, അങ്ങയുടെ ഭൃത്യന്റെ പരിചാരകന്റെ ഭൃത്യന്റെ ഏതെങ്കിലും ഒരു ഭൃത്യനാക്കാൻ സാധിക്കണേ എന്നാണ്. അങ്ങനെ ആയാൽ മതി. സന്ത് ജ്ഞാനേശ്വരന്റെ മാർഗത്തിൽ പോയാൽ മതി. അത് മതി. രാമാനുജാചാര്യരുടെ മാർഗത്തിൽ പോയാൽ മതി. ശങ്കരാചാര്യരുടെ മാർഗത്തിൽ പോയാൽ മതി. ഏതെങ്കിലും ഒരു ഭക്തന്റെ ദാസനായാലും ആ വഴിയിലൂടെ പോയാലും, ചട്ടമ്പിസ്വാമികളുടെ വഴിയിലൂടെ പോയാൽ മതി, നാരായണ ഗുരുസ്വാമികളുടെ വഴിയിലൂടെ പോയാൽ മതി. ഏതെങ്കിലും ഒരു ഭക്തന്റെ വഴിയിലൂടെ പോയാലും നമുക്ക് എവിടേക്ക് എത്താൻ കഴിയും? ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതാണ് ആദ്യം ഭക്തന്റെ കാല് പിടിച്ച ആ മുതലയ്ക്കാണ് മോക്ഷം കൊടുത്തത്. അദ്ദേഹത്തിനെ പറഞ്ഞയച്ചു. ഭഗവാനോ ആ ഗജേന്ദ്രന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. ഭഗവാൻ പതുക്കെ ആ ആനയുടെ പുറത്ത് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുത്തു. ഞാൻ വരില്ല എന്ന് വിചാരിച്ചോ ഗജേന്ദ്ര? വൈകിപ്പോയോ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുത്തു. അപ്പൊ എന്താ ഉണ്ടായത്? ഗജേന്ദ്രോ ഭഗവത് സ്പർശാത് വിമുക്തോ അജ്ഞാനബന്ധനാൽ പ്രാപ്തോ ഭഗവതോ രൂപം പീതവാസാസ്തുർഭുജ്യ. ഭഗവാൻ അങ്ങോട്ട് തൊട്ടതോടുകൂടി ഇദ്ദേഹത്തിന്റെ ഈ ആനയായുള്ള അവസ്ഥ പോയി. നല്ല മുതലയുടെ കടിയിൽ നിന്ന് മോചിച്ചു എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? അജ്ഞാനബന്ധനാൽ, അജ്ഞാനത്തിൽ നിന്ന് മുക്തനായി എന്നാ പറഞ്ഞത്. നേരത്തെ പറഞ്ഞല്ലോ, ആനയാവുക എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അജ്ഞാനത്തിലെത്തുക എന്നർത്ഥം. മുതലയുടെ കടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ അജ്ഞാനം ഉള്ളത് കൊണ്ടാണ് വരുന്നത്. ആ അജ്ഞാനം മുഴുവൻ നീങ്ങി അങ്ങനെ മുക്തനായി തീർന്നു, ഭഗവത് സ്വരൂപത്തിലേക്ക് എത്തി.
അപ്പോഴേക്കും ഗജേന്ദ്രന് പോവാൻ. ഈ ഗജേന്ദ്രൻ ആരായിരുന്നു? കഴിഞ്ഞ ജന്മത്തില് ഇന്ദ്രദ്യുമ്നൻ എന്ന് പേരായ ഒരു രാജാവായിരുന്നു. പാണ്ഡ്യദേശത്തിലെ രാജാവായിരുന്നു. അദ്ദേഹം അഗസ്ത്യന്റെ ശിഷ്യനാണ്. ഒരു ദിവസം അഗസ്ത്യൻ ശിഷ്യനെ കാണാനായിട്ട് വന്നു. ശിഷ്യൻ ആ സമയത്ത് പൂജ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂജയെ തന്നെ ഇരുന്നു, പൂജയും കഴിച്ചിരുന്നു, മൗനം വ്രതമായിട്ടിരുന്നു. ഗുരുനാഥൻ വന്നിട്ടും സ്വീകരിച്ചില്ല. ഗുരുനാഥൻ വന്നാൽ സ്വീകരിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. ഞാൻ മൗനം വ്രതം എന്ന് പറഞ്ഞിരിക്കരുത്, ആ സമയത്ത് ആദരിക്കണം, അംഗീകരിക്കണം. അതൊന്നും ചെയ്തില്ല. ലേശൊരു ഗർവുണ്ടായിരുന്നു ആർക്ക്? ഇന്ദ്രദ്യുമ്നന്. ഞാൻ ഭക്തനാണ് എന്നുള്ളൊരു ഗർവുണ്ടായിരുന്നു. ഒരുവിധം ഗർവൊക്കെ എങ്ങനെ പോവും? ഭാഗവതമൊക്കെ വായിച്ചാൽ ഒരുവിധം ഗർവൊക്കെ പോവും. പക്ഷെ അവിടെ വേറൊരു ഗർവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്താണത്? ഞാൻ ഭാഗവതം വായിക്കുന്ന ആളാണ് എന്നുള്ളൊരു ഗർവുണ്ടാവും. ആ ഒരു ഗർവാണ് ആർക്കുണ്ടായത്? ഈ ഇന്ദ്രദ്യുമ്നൻ ഉണ്ടായത്. ഗുരുനാഥൻ വന്നിട്ടും ബഹുമാനിക്കാൻ തോന്നിയില്ല. അവസാനം ഇന്ദ്രദ്യുമ്നനെ അഗസ്ത്യൻ ശപിച്ചു. ഒരാനയായി തീരട്ടെ എന്ന് ശപിച്ചു. അത് അദ്ദേഹത്തിന്റെ പ്രാരബ്ധം അങ്ങനെ വന്നു. അങ്ങനെയാണ് ഈ ഇന്ദ്രദ്യുമ്നൻ ആനയായി മാറിയത് എന്ന് പറയാണ്. നമ്മൾ ആദരിക്കേണ്ട ഒരാദരിക്കും കൂടി വേണം. ഇപ്പൊ നോക്കൂ, പുരാണങ്ങളിൽ കുറേ ശാപകഥകളാണുള്ളത് എന്നൊക്കെ ചിലർ പറയും. കാമക്രോധലോഭങ്ങളൊക്കെ ജയിക്കണം എന്നൊക്കെ പറഞ്ഞ മഹർഷിമാരെന്നെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ശപിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചിലർ ചോദിച്ചേക്കാം. ഈ മാമുനിമാർക്ക് ഈ ഇന്ദ്രിയ ജയമൊക്കെ ഉണ്ടോ? കാമജയം, ക്രോധജയമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിലർ ചോദിച്ചേക്കാം. പക്ഷേ ഇതിഹാസങ്ങളിൽ മഹർഷിമാർക്കുണ്ടായ കാമം കൊണ്ടും ലോഭം കൊണ്ടും ക്രോധം കൊണ്ടും ശാപം കൊണ്ടും ഒക്കെ എന്താ ലോകത്തിലുണ്ടായത്? മഹത്തായ പ്രയോജനമല്ലേ ഉണ്ടായത്, അല്ലേ? ഈ പരീക്ഷത്തിനെ ശപിച്ചില്ലായിരുന്നെങ്കിൽ, ശൃംഗി ശപിച്ചില്ലായിരുന്നെങ്കിൽ സപ്താഹം ഉണ്ടാവുമായിരുന്നോ? സപ്താഹം ഉണ്ടാവില്ല. സപ്താഹം ഉണ്ടായതുകൊണ്ടല്ലേ നമ്മൾ തമ്മിലിപ്പം കണ്ടുമുട്ടിയത്. ഇവിടെ എനിക്ക് സപ്താഹത്തിൽ ഇവിടെ ഇരിക്കാനും നിങ്ങൾക്ക് കേൾക്കാനും, അല്ലേ, ഈ സപ്താഹത്തിൽ പങ്കെടുക്കാനും ഒക്കെ സാധിച്ചത് എന്തുകൊണ്ടാണ്? ഈ ശൃംഗി ശപിച്ചത് കൊണ്ടല്ലേ? ആണ്. അതുപോലെ ഈ പരാശര മഹർഷിക്ക് കാളിയെ കണ്ട സമയത്ത് ഒരു ഇഷ്ടം തോന്നിയില്ലായിരുന്നെങ്കിൽ ആരുണ്ടാവില്ലായിരുന്നു? വ്യാസം ഉണ്ടാവുമായിരുന്നോ? വ്യാസം ഉണ്ടായില്ലെങ്കിലോ? വ്യാസം ഉണ്ടായില്ലെങ്കിൽ ഈ ഭാഗവതം ഉണ്ടാവുമോ? മഹാഭാരതം ഉണ്ടാവുമോ? പരാശരന് തോന്നിയ ആ ഒരു കാമം കൊണ്ടാണ് ഈ മഹാഭാരതവും ഭാഗവതവും ബ്രഹ്മസൂത്രവും ഒക്കെ ഉണ്ടായത്. ഇപ്പൊ മഹർഷിമാർക്കുണ്ടായ ദേഷ്യവും അതുപോലെ ചെറുതായിട്ടുണ്ടായ ആഗ്രഹങ്ങളും ഒക്കെ സമൂഹത്തിന് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. അതാ മനസ്സിലാക്കേണ്ടത്. അതാ മഹത്വം. അതല്ലേ KP കറുപ്പൻ ചോദിക്കുന്നില്ലേ, ആ പരാശരൻ അവിടെ കയറിയ സമയത്ത്, തോണി കയറിയ സമയത്ത് അവിടെ മുക്കുവസ്ത്രീയായ കാളി ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്താവുമായിരുന്ന അവസ്ഥ ചോദിക്കുന്നുണ്ട്. അന്നേരം പറയാണ്, മാലോകർക്കുമതിപ്രമോദമകലും ശ്രീമൻ മഹാഭാരതം ചേലോലും തതുപജ്ഞമായി വിലസും ശാകുന്തളം നാടകം ഈ ലോകോത്തര സൃഷ്ടി രണ്ടു മതുലം ചേലൊത്ത വാലത്തി തന്നാലോലാമല നീല നീരതമിഴിത്തുമ്പിൻ്റെ വമ്പല്ലയോ. മഹാഭാരതം ഉണ്ടാവാൻ കാരണം ആരുണ്ടായിട്ടാണ്? ആ കാളി ഉണ്ടായത് കൊണ്ടാണ്. മുക്കുവത്തിയായ കാളി ഉണ്ടായത് കൊണ്ടല്ലേ. അപ്പൊ ഇതൊക്കെ വളരെ നന്നാവുകയേ ഉണ്ടായിട്ടുള്ളൂ. ഈ ശാപം കൊണ്ടും അതുപോലെ മഹർഷിമാർക്കുണ്ടായ ആഗ്രഹം കൊണ്ടും ഒക്കെ സമൂഹത്തിന് പ്രയോജനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മഹാത്മാക്കൾക്ക് ഉണ്ടാവുന്ന വിഡ്ഢിത്തം പോലും ലോകത്തിന് ഗുണമാവുക ചെയ്യുക. നമുക്കുണ്ടാവുന്ന വിഡ്ഢിത്തോ ലോകത്തിന് അപകടമാവുകയുള്ളൂ. മഹാത്മാക്കൾക്ക് ഉണ്ടാവുന്ന വിഡ്ഢിത്തം പോലും ലോകത്തിന് എന്തായി മാറും? അനുഗ്രഹമായി മാറും. ഈ ശാപം കാരണം ഗജേന്ദ്രന്റെ ആ പ്രാരബ്ധമൊക്കെ നീങ്ങി അവസാനം അദ്ദേഹത്തിന് ഭഗവാങ്കലേക്ക് എത്താനായിട്ട് സാധിച്ചു. അപ്പോഴേക്കും ഒരു ഗരുഡനും കൂടി അങ്ങോട്ട് വന്നു. രണ്ടു താർക്ഷ്യന്മാരിലേറി രണ്ടുപേരുമൊപ്പം അല്ലലഞ്ഞിയ പരസ്പരം സല്ലപിച്ചും കൊണ്ടു അഗ്നി തൊട്ട ദേവവർഗം നോക്കി നോക്കി നിൽക്കേ എൻ മനസ്സും കവർന്നോരാ ചിന്മയന്മാർ പോയി. രണ്ടുപേരും ചിന്മയന്മാരായി. പോകുമ്പോൾ എന്താ സംസാരിച്ചത്? ഗജേന്ദ്ര, ഈ സ്തോത്രത്തെക്കുറിച്ചോ ഈ സ്ഥലത്തെക്കുറിച്ചോ നീ ചെയ്ത ഈ സ്തുതിയെക്കുറിച്ചോ ശ്രീവത്സം, കൗസ്തുഭം, മാല, ഗദ, കൗമോദകി, ഭഗവാന്റെ ഗദയാണ് കൗമോദകി, ഭഗവാന്റെ മറുകാണ് ശ്രീവത്സം, ഭഗവാന്റെ ആ ആഭരണമാണ് കൗസ്തുഭം, വൈജയന്തി, സുദർശനം, പാഞ്ചജന്യം, ശംഖ്, സുദർശന ചക്രം, ഇതിനെക്കുറിച്ചോ എൻ്റെ കലയായി നിൽക്കുന്ന ലക്ഷ്മിയെക്കുറിച്ച്, അനന്തനെക്കുറിച്ചോ ഈ ലക്ഷ്മി ദേവിയെക്കുറിച്ചോ ബ്രഹ്മാവിനെക്കുറിച്ചോ നാരദനെയോ ശിവനെയോ പ്രഹ്ലാദനെയോ മത്സ്യക്കൂർമ്മ വരാഹാദ്യൈരവതാരൈ, മത്സ്യം, കൂർമ്മം, വരാഹം തുടങ്ങിയ അവതാരങ്ങളെക്കുറിച്ചോ ഓങ്കാരം, പ്രണവം, സത്യം, പശുക്കള്, ധർമ്മം ഇവയെക്കുറിച്ചോ
ഈ സ്തോത്രത്തെക്കുറിച്ചോ ഗംഗാം സരസ്വതീം നന്ദാം, ഗംഗയെക്കുറിച്ചോ സരസ്വതിയെക്കുറിച്ചോ നന്ദയെക്കുറിച്ചോ, നന്ദ ഒരു നദിയാണ്, നദിയെക്കുറിച്ചോ കാളിന്തിയെക്കുറിച്ചോ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു? സ്മരന്തി, അവർക്ക് എല്ലാ തരത്തിലുള്ള പാപങ്ങളും നീങ്ങുന്നു. അവസാനം ദദാമി വിമലമതിം, വിമലമായ പരിശുദ്ധമായ ആ ബുദ്ധിയെ ഞാൻ നൽകുന്നതാണ്. എല്ലാ തരത്തിലുള്ള ശ്രേയസ്സിലേക്കും അവർക്ക് എത്തിച്ചേരാനായി സാധിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ആ ഉപദേശങ്ങളൊക്കെ ഉപസംഹരിച്ചു. അതുകൊണ്ട് ഗജേന്ദ്രമോക്ഷം ഈ സ്തുതി എല്ലാ ദിവസവും ജപിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ദുസ്വപ്നങ്ങളൊക്കെ നീങ്ങുന്ന ഫലശ്രുതിയായിട്ട് പറഞ്ഞത്. ദുസ്വപ്നങ്ങളൊക്കെ പോവും. കുട്ടികളൊക്കെ എന്തെങ്കിലും പേടിച്ച് നിലവിളിക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ദുസ്വപ്നം കണ്ടിട്ടൊക്കെ അതൊക്കെ നീങ്ങാൻ നല്ലതാണ്. ശരിക്കും പറയാ ഈ സംസാരം തന്നെ എന്താണ്? ഒരു സ്വപ്നമാണ്. ആ സ്വപ്നമാകുന്ന ഈ സംസാരത്തിൽ തന്നെ മോചിക്കാൻ ഗജേന്ദ്രസ്തുതി നന്നായി പഠിച്ചാൽ സാധിക്കും. അങ്ങനെയുള്ള ആ ഗജേന്ദ്രമോക്ഷം ഭഗവാന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു.